ഇസ്രാ മിഅ്റാജ് എന്ന് കേൾക്കാത്തവരാരും നമ്മുടെ കൂട്ടത്തിലില്ല. അതെന്താണെന്ന് അറിയാത്തവരുമില്ല. എന്നാലും അത് വകതിരിച്ച് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒറ്റവാക്കിൽ പറയുന്നു, ഇസ്രാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന്, മക്കയിലെ വിശുദ്ധ പള്ളിയായ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അന്നത്തെ വാഹനപ്പുറത്തിരുന്ന് യാത്ര ചെയ്താൽ, അതായത് ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ 1.5 മാസക്കാലം താണ്ടാനുള്ള ദൂരം ചെറിയ സമയം കൊണ്ട് ഒരു രാത്രി മുത്തുനബി പോയി തിരിച്ചു വരുന്നതിന്റെ പേരാണ് ഇസ്രാ. മക്കയിൽ നിന്ന് പലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ യാത്ര, ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് നടത്തിയ ഈ അത്ഭുത യാത്ര, അതായത് രാത്രി യാത്ര, രാപ്രയാണം, ആ രാപ്രയാണത്തെയാണ് ഇസ്രാ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി അവിടുന്ന് നേരെ തിരിച്ച് മക്കത്തേക്ക് ഇങ്ങോട്ട് പോരല്ല ചെയ്തത്. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് 1,24,000 നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു. ലോകത്തിന് മുമ്പിൽ തന്റെ ലീഡർഷിപ്പ് തെളിയിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. പിന്നെ അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും സ്പേസ്, സൂപ്പർ സ്പേസ് ഒക്കെ കയറി പോവുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയുടെ പേരാണ് മിഅ്റാജ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശാരോഹണം എന്നാണ്. കയറ്റം, ആകാശത്തേക്കുള്ള ആരോഹണം, കയറ്റം, അതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അതൊരു അത്ഭുത യാത്രയാണ്. യാത്രയുടെ കൂട്ടത്തിൽ അത്ഭുത യാത്ര അതാണ് മിഅ്റാജ്. കാരണം ഇസ്രായേലുള്ള അത്ഭുതം 1.5 മാസക്കാലത്തെ വഴിദൂരം ഏതാനും മണിക്കൂറുകളെ കൊണ്ട് പോയി വന്നു എന്നതാണെങ്കിൽ, മിഅ്റാജിലുള്ള അത്ഭുതം അവിടെയൊന്നും അവസാനിക്കൂല. അതൊരത്ഭുതമാണ്. പ്രപഞ്ചം മൊത്തം ചെറിയ സമയം കൊണ്ട് കറങ്ങി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. പക്ഷേ അതിലേറെ വലിയ അത്ഭുതം, ആ യാത്ര ഒരിക്കലും രാത്രിയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം രാത്രി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഭൂമിയുടെ നിഴല് പൊങ്ങി നിൽക്കുന്നതാണ് രാത്രി. അത് കുറച്ച് മേലോട്ട് പോയാൽ പിന്നെ രാത്രിയില്ല, പിന്നെ പരാ വെളുപ്പാണ്. അതുകൊണ്ട് തന്നെ മിഅ്റാജ് രാത്രി പോയി എന്ന് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഒന്ന് ഇസ്രാ, മറ്റൊന്ന് മിഅ്റാജ്. അതുകൊണ്ടാണ് ഇസ്രാ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ പരാമർശിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അതിനോട് കൂട്ടി പരാമർശിക്കുക വേണ്ടത് മിഅ്റാജ്. കാരണം അതിനെ തുടർന്ന് നടന്ന യാത്രയാണ്. പക്ഷെ അള്ളാഹു അവിടെ പറഞ്ഞില്ല. അള്ളാഹു തആല മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറഞ്ഞിട്ട് പിന്നെ വമിനൽ മസ്ജിദിൽ അഖ്സ അല്ലെങ്കിൽ വമിൻ ബൈത്തുൽ മുഖദ്ദസി ഇലസ് സമാവാതി സബ്അ് എന്ന് പറയാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ യാത്ര സൂറത്തുൻ നജ്മിലേക്കാണ് മാറ്റിവെച്ചത്. അതിന്റെ പരാമർശം സൂറത്തുൻ നജ്മിലാണുള്ളത്. ഏത് ആകാശത്തേക്ക് കയറിപ്പോയ അത്ഭുതങ്ങളൊക്കെ പറയുന്നത്. കാരണം അപ്പോഴാണല്ലോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമാണ് ഖുർആൻ എന്ന് തെളിയ. അല്ലെങ്കിൽ രാത്രി കൊണ്ടുപോയി എന്നതിനോട് പൊരുത്തപ്പെടൂല. അപ്പൊ അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് കൂടുതൽ തെളിയുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വന്തം പറഞ്ഞതാണ് ഈ വചനങ്ങളെങ്കിൽ, യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഈ ഒരു അബദ്ധമെങ്കിലും ഇതിൽ വരേണ്ടി വരും. വന്നിട്ടില്ല. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ വാക്കുകൾ. അപ്പോൾ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തേക്കുള്ള കയറ്റാണ്. അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, ഭൂമിയിലൂടെ യാത്ര ചെയ്യും പോലെയല്ല, മേലോട്ട് കയറുമ്പോൾ 32 കിലോമീറ്റർ മേലോട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ കിട്ടൂല.
ഇപ്പോ ജീവവായു ഉണ്ടാവില്ല എന്ന് പറയുമ്പോ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഒരു മീനിനെ പിടിച്ചിട്ട്, മത്സ്യത്തെ പിടിച്ചിട്ട് കരക്കിട്ടാൽ അത് കിടന്ന് തട്ടിപ്പടയും. എന്തിനാ ഈ തട്ടിപ്പടയുന്നത്? ശ്വസിക്കാൻ കഴിയാഞ്ഞിട്ട് അല്ലെ? അതിന് വായു കിട്ടാത്തതുകൊണ്ട്, ജീവവായു കിട്ടാത്തതുകൊണ്ടാണ്. ഓക്സിജൻ കിട്ടൂല, വെള്ളത്തിലേ കിട്ടുള്ളൂ, കരക്കത്ത് കിട്ടൂല. അപ്പൊ കരക്കത്ത് പിടിച്ചിട്ട മത്സ്യം ശ്വാസത്തിന് വേണ്ടി പെടക്കുന്നത് പോലെ ഒരു മനുഷ്യന് മേലോട്ട് കയറി പോകുമ്പോ ശ്വാസം മുട്ടും. അതുകൊണ്ടാണ് മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഉദാഹരണം അങ്ങനെയാണ്. ആകാശത്തേക്ക് കയറി പോകുന്നവനെ പോലെയാണ് അവനതാണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന് പറയുന്നുണ്ട് ഒരിടത്ത്. അപ്പൊ ശരിക്കും ശ്വാസം കിട്ടാതെ കുടുങ്ങും. 32 കിലോമീറ്റർ ആണ് ശാസ്ത്രം പറയുന്നത്, പക്ഷെ അങ്ങോട്ടൊന്നും എത്തൂല എന്നാണ് ശാസ്ത്രം പറയുന്നത്. 14 കിലോമീറ്റർ കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങുന്ന, ശ്വാസം മുട്ടൽ തുടങ്ങും. അത്രേ മേലോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഒപ്പം കരുതി പോകണം. അതൊന്നും മുത്തുനബിന്റെ മിറാജ് യാത്രയിലില്ല. മുത്തുനബിന്റെ മിറാജ് യാത്രയിലുള്ളത് ഉമ്മുഹാനീന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇട്ട ആ ഡ്രസ്സ് തന്നെ, അതിലങ്ങോട്ട് പോവാണ്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ തല തിരിഞ്ഞ ബിദ്അത്തുകാർക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കയറി. എങ്ങനെ മനുഷ്യന്മാർ ആകാശത്തേക്ക് പോവാന്ന് ഇവരെ ചോദ്യം അതാണ്. ശ്വാസം കിട്ടുമോ? ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവര് സത്യത്തിൽ യുക്തിവാദികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് എവിടെയാണ്? അർശിന്റെ ചുവട്ടിൽ. മലക്കുകളെയും ആദം നബിയെയും ഒപ്പയിരുത്തിയിട്ട് ടെസ്റ്റ് നടത്തിയല്ലോ അള്ളാഹു, വിജ്ഞാന ടെസ്റ്റ്. എന്നിട്ട് ആദം നബി അതിൽ ജയിച്ചു. ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ എവിടെ വെച്ചാ നടന്നത്? അർശിന്റെ ചുവട്ടിൽ. അതൊന്നും ഭൂമിയിലല്ല നടന്നത് ആ സംഭവം ഒന്നും, അർശിന്റെ ചുവട്ടിൽ. അപ്പൊ അവരോട് ചോദിക്കാണ്, ആദം നബി അന്ന് എങ്ങനെയാ ശ്വാസം അയച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി തന്നെയാണ്. ഇനി എങ്ങനെയാണ് അങ്ങനെ ഒരു ആകാശയാത്ര നടത്തുക? അതൊരു മനുഷ്യനെ കൊണ്ട് കഴിയൂലല്ലോ എന്ന് ഇവര് പറയുമ്പോ തിരിച്ച് നമുക്ക് വീണ്ടും ചോദിക്കാം. ഈ പറയുന്ന ഇവർ, ഇത് നിഷേധിക്കുന്ന ഇവർ തന്നെ പറയും. നിങ്ങൾ അവരോട് സ്വകാര്യമായിട്ടൊന്ന് ചോദിക്കുക, ഈസാ നബി ഇപ്പൊ എവിടെയുള്ളത്? ഈസാ നബി ആകാശത്താണ്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ? മുസ്ലിം ആയൊരു മനുഷ്യൻ ഈസാ നബി മരിച്ചിട്ടുണ്ടെന്ന് പറയില്ല, അവരും പറയൂല. ഈസാ നബി ജീവിച്ചിരിക്കുകയാണെന്നാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. എവിടെ? ആകാശത്ത്. എവിടെന്നാ ഓക്സിജൻ? കുടുങ്ങും അവര്. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ വലിയ ആളല്ലേ മുത്തുനബി, അഷ്റഫുൽ ഖൽഖ്? ഈസാ നബിയേക്കാൾ വലിയ ആളല്ലേ? അപ്പൊ തന്റെ വല്ലിപ്പാക്ക് വാനലോകത്ത് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, തന്റെ ഇക്കാക്ക ഈസാ അലൈഹിസ്സലാമിന് വാനലോകത്ത് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് മുത്തുനബിക്ക് ഏതാനും മണിക്കൂറുകൾ ഈ സൗകര്യം കിട്ടിക്കൂടാ? ഇത് നിഷേധിക്കുന്നവന്റെ പേര് യുക്തിവാദിയാണ്. ഇത് നിഷേധിക്കുന്നവൻ എങ്ങനെയാണോ അയാൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വിശ്വസിക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, പഴയ കാലത്തൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ വീട്ടിൽ നമ്മളെ വല്യന്മാര് പേരക്കുട്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലെ? അന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, മേറാജിന്റെ അന്ന് ചക്കരച്ചോറുണ്ടാക്കും. എന്നിട്ട് കുട്ടിയൊക്കെ അങ്ങനെ കൊടുക്കുമ്പോ അന്നേ ചക്കരച്ചോറ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അല്ലെ? അതുകൊണ്ടാണ് അതിനൊക്കെ ഒരു പുതുമ ഉണ്ടായിരുന്നത്. ഇന്ന് ചക്കരച്ചോറൊന്നും ആർക്കും വേണ്ട. അങ്ങനെയാണ് അതിന്റെ ലോകം. ഏതായാലും നല്ല ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൗസിയത്തുനാലല്ലയാല് സുന്നത്താണ് ഈ മേറാജ് രാവിലെ. അപ്പൊ മേറാജ് രാവിലെ നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, ഉമ്മാരും ബാപ്പാരും വല്യമാരും വല്ലിപ്പാരും ഒക്കെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഈ ചെറിയ കുട്ടി ചോദിക്കുക, എന്താ അന്നത്തെ പ്രത്യേകത? മുത്തുനബി ഇസ്രാവും മിറാജും പോയ ദിവസമാണ് അല്ലേ? അല്ലാഹനെ കണ്ട നബി, അർശിങ്കൽ ചെന്ന നബി, അങ്ങനെയൊക്കെ ഇങ്ങനെ പാട്ടുപാടുമായിരുന്നു പഴയ വല്യമാര്.
അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ, കുഞ്ഞിളം പ്രായത്തിൽ ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആലാനെ നേരിട്ട് കണ്ടിട്ടുണ്ട് മുത്തുനബി. മിറാജിന്റെ അന്ന് അതാണ് പതിയും. ഇത് തന്നെയാണ് നിങ്ങൾ നടത്തേണ്ടത്. ഈ തിങ്കളാഴ്ച നിങ്ങൾ നടത്തേണ്ടത് അതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും അത് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അള്ളാഹു ഈ സംഭവം പറഞ്ഞത് ചെറുതാക്കിയല്ല പറഞ്ഞത്. ഇവരെ അവതരിപ്പിക്കും പോലെ ചെറുതാക്കിയല്ല അള്ളാഹു അവതരിപ്പിച്ചത്. അള്ളാഹു അത് ഒരു സംഭവ ബഹുലമായ കേസായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ നേരെ അർത്ഥം എന്ന് പറയാം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ചെറിയ സമയം കൊണ്ടാണ് ഈ ആയത്തിനെ നോക്കിക്കാണുന്നത്. നിങ്ങൾക്ക് അവസരോചിതം ഞാനൊന്ന് ഉണർത്തുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇസ്രാവും മിറാജും ഇന്നിപ്പോ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് കേൾക്കുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് അറിയേണ്ടിയിരുന്നു, ഇതൊരു വലിയ യാത്രയാണല്ലോ, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ആക്കോടിനടുത്ത് വിരിപ്പാടത്ത് നടത്തിയ ഇസ്രാ മിറാജ് പഞ്ചദിന പ്രഭാഷണമുണ്ട്. 10 മണിക്കൂർ ഇസ്രാവും മിറാജും അവതരിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതാണ്. വേണമെങ്കിൽ അത് യൂട്യൂബിലോ മറ്റോ എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് തപ്പിയെടുത്ത് കേൾക്കാം. ഇന്നത്തെ വലിയൊരു സൗകര്യം അതാണല്ലോ. എപ്പോഴോ പറഞ്ഞിട്ടത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. കേൾക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമായ ചർച്ചകൾ അനേകം ഞാൻ അതിൽ നടത്തിയിട്ടുണ്ട് എന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്തു പറയാം. ഏതാവട്ടെ, ഞാൻ ഇപ്പോൾ ചെറിയ സമയം കൊണ്ട് ഇതൊന്ന് അവതരിപ്പിക്കാം. സുബ്ഹാനല്ലദീ. നോക്കണേ, അള്ളാഹു ഈ സംഭവം അവതരിപ്പിക്കുന്നത് സുബ്ഹാനല്ലദീ, ഒരു റബ്ബ് എത്ര പരിശുദ്ധനാണ്. നമ്മളിപ്പോ വലിയൊരു അത്ഭുതമൊക്കെ ഉണ്ടാവുമ്പോഴാ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം, അല്ലെ? അല്ലാഹു തആല അള്ളാന്റെ വലുപ്പം പറയാണ്. സുബ്ഹാനല്ലദീ, ഒരുത്തനെത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പരിശുദ്ധനാണ് അള്ളാഹു പറയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ അവൻ രാപ്രയാണം ചെയ്യിപ്പിച്ചവനാണ്. മിനൽ മസ്ജിദിൽ ഹറാം, മക്കത്തുള്ള വിശുദ്ധ പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സാ, ഇലൽ മസ്ജിദിൽ അഖ്സാ, ബൈത്തുൽ മുഖദ്ദസിലുള്ള അങ്ങേ അറ്റത്തെ പള്ളിയിലേക്ക്. കണ്ടോ, ഖുർആൻ പ്രയോഗിച്ചത് ബൈത്തുൽ മുഖദ്ദസ് എന്നല്ല, അൽ മസ്ജിദുൽ അഖ്സ. ശരിക്ക് ഫലസ്തീനിലെ പള്ളിക്ക് കോമൺ ആയിട്ട് പറയുന്ന പേര് ബൈത്തുൽ മുഖദ്ദസ് എന്നാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞത് മിനൽ മസ്ജിദിൽ ഹറാം ഇലാ ബൈത്തുൽ മുഖദ്ദസ് എന്നല്ല പറഞ്ഞത്. പിന്നെന്താ ഖുർആന്റെ പ്രയോഗം? ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേ അറ്റത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി. അതെന്തിനാ? മക്കയിലെ പള്ളിയും മക്കയിലെ മസ്ജിദുൽ ഹറാമും പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസും തമ്മിലുള്ള അകലം കാണിക്കാനാണ് അത് പറഞ്ഞത്. ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേ അറ്റത്തുള്ള പള്ളി, ലോകത്തിന്റെ അങ്ങേ അറ്റത്തുള്ള പള്ളി എന്ന് പറയും പോലെ. ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല. അങ്ങോട്ട് ഞാൻ വരാം. അതിന്റെ മുമ്പ് ഇവിടെ അല്ലാഹു തആല ഈ യാത്ര സാധിപ്പിച്ചെടുത്ത പടച്ചോൻ വല്യോനാണ് എന്ന് പറയാണ്. ചെറിയ സംഗതിയൊന്നുമല്ല. അത് ഇവരൊക്കെ പറയുന്നത് പോലെ റസൂലുള്ള സ്വപ്നം കണ്ടതാണ് ആ യാത്ര, അല്ലാതെ പച്ചയായിട്ട് ശാരീരികമായിട്ട് പോയിട്ടില്ല എന്നാണെങ്കിൽ എന്തർത്ഥാണ് സുഹൃത്തുക്കളെ അതിനുള്ളത്? അതിനിപ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറയണോ? ഇതിലുള്ള അത്ഭുതം തന്നെ ഇപ്പൊ എന്താണ്? ഇത്രയും ദൂരം പോയി വന്നു എന്നുള്ളതാ. നബിതങ്ങൾ ഈ വാർത്ത പിറ്റേന്ന് പറഞ്ഞപ്പോ നബിതങ്ങളെ അവര് കളിയാക്കിയത് എന്താ? 1.5 മാസക്കാലം ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് മുഹമ്മദ് ഇന്നലെ രാത്രി പോയി വെളുക്കുന്നതിന് മുമ്പ് തിരിച്ചു വന്നു എന്നാ പറയുന്നത്. ഇതൊക്കെ സ്വീകരിക്കാൻ ആരെ മുഹമ്മദ് കിട്ടുക എന്നാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം നബിതങ്ങൾ ഞാൻ സ്വപ്നം കണ്ടു എന്നല്ലല്ലോ പറഞ്ഞത്. അതാണെങ്കിൽ എന്താ അത് വിശ്വസിക്കാത്ര വലിയ പ്രയാസം?
UAE-യിൽ നിന്ന് ലീവിന് വന്ന ആളുകൾ നാട്ടിലുണ്ടാവും, സൗദിയിൽ നിന്ന് ലീവിന് വന്നവരുണ്ടാവും. അവരൊരു പക്ഷേ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോ അവരുടെ സൂപ്പർ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇയാൾ രാവിലെ തന്നെ അങ്ങാടിയിൽ ഇറങ്ങി പീടികയിൽ ഇറങ്ങിയിട്ട് ഞാനിടാ ഇന്നലെ UAE പോയി വന്നു, രാത്രി എന്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി കച്ചവടം നടത്തി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നേരെ വണ്ടി വിളിച്ചോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലേ? ഇതാരെങ്കിലും ഒരു അത്ഭുത സംഭവമായിട്ട് പറയോ? എന്താ നടന്നുകൂടാത്തത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ആകാശയാത്രയാണല്ലോ ഇപ്പൊ ഇതിലുണ്ടായത്. ഒരാള് സ്വപ്നം കാണുമ്പം കിടന്നുറങ്ങുമ്പം ആകാശത്തു കൂടെ അങ്ങനെ പറക്കുന്നത് സ്വപ്നം കണ്ടൂടെ? കാണാം, അതൊന്നൊരു വലിയ അത്ഭുതമല്ല. ഞാൻ ആകാശത്തു കൂടെ അങ്ങനെ പറക്കുന്നത് എന്താ ഞാൻ സ്വപ്നം കാണുന്നതിന് വലിയ തടസ്സം? പറക്കാനാ പണി, സ്വപ്നം കാണാൻ പണിയൊന്നുമില്ല. അപ്പൊ ഇവിടെ സ്വപ്നയാത്രയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞ് ഇത് അള്ളാന്റെ കഴിവാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അള്ള ചെറുതാവൂലേ? ഇവരെന്ത് വെട്ടിത്താണ് ഈ വിളിച്ചു കൂവുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. നബി അങ്ങനെ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പ്രശ്നം അതൊന്നുമല്ല. ഹബീബായ നബിതങ്ങളൊന്ന് ഉയരും, ഹബീബായ നബിതങ്ങൾക്ക് ഉയർച്ച കിട്ടുന്നത് ഇവർക്ക് സഹിക്കൂല. അതാണ് കാര്യം. സുഹൃത്തെ, ഒന്നും കൂടെ ആഴത്തിൽ ചിന്തിച്ചാൽ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അല്ലാഹു തആല ഒരിക്കലും ഈ യാത്ര പോയ നബിതങ്ങൾ പരിശുദ്ധനാണെന്നല്ലല്ലോ പറഞ്ഞത്. നബിതങ്ങൾക്ക് പരിശുദ്ധി ലഭിക്കുന്നുണ്ട്, നബിതങ്ങൾ സംഭവ ബഹുലമാകുന്നുണ്ട്. അത് നടത്തിയ അല്ലാഹു സംഭവ ബഹുലമാകുമ്പം അത് നടത്തിച്ചത് മുത്തുനബിതങ്ങളെ കൊണ്ടായതുകൊണ്ട് മുത്തുനബിക്കും ബഹുമാനവും സ്ഥാനവും ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാ നേർക്കുനേരെ പറയുന്നവന് സുബ്ഹാനല്ലദീ സറാ മിനൽ മസ്ജിദിൽ ഹറാം എന്നല്ലല്ലോ പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. തന്റെ അടിമയെ രാത്രി കൊണ്ടുപോയ ഒരുത്തൻ പരിശുദ്ധനാണ്. പടച്ചോൻ പരിശുദ്ധനാണെന്നല്ലേ പറഞ്ഞു? അതിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പടച്ചോന്റെ കുദ്റത്തിലും സംശയം ഉണ്ടെന്നല്ലേ? ശരിക്കും ഇപ്പൊ അള്ളാഹ് പറഞ്ഞത് അതാണല്ലോ. ഇപ്പൊ 6 മാസം പ്രായമുള്ള ഒരു കുട്ടി നമ്മളോട് പറയാണ് ഞാൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. നമ്മൾ ചിരിക്കും അല്ലേ? സുഖല്ലാത്ത വർത്താനം പറയാന്ന് പറയാം. നേരെ മറിച്ച് ആ കുട്ടി പറഞ്ഞത് എന്താ? എന്നെ എടുത്തിട്ട് എന്റെ വാപ്പ എവറസ്റ്റ് കയറിയെന്ന. എന്താ പൈല അത്ര വലിയ അത്ഭുതം? കീഴടക്കം. മുത്തുനബിനെ അല്ലാഹു കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. ഇനി അവിടെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ പടച്ചോന്റെ കുദ്റത്തിലും ഇവർക്ക് സംശയമാണെന്ന്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. യാ അല്ലാഹ്, ഈ യാത്ര നടക്കുന്നതെന്നാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 52ാമത്തെ വയസ്സിലാ. മുത്തുനബിക്ക് 52 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു റജബ് 27-ാം രാവിലെ നബിതങ്ങളുടെ വീട്ടിലുറങ്ങുമ്പോൾ, ഒരു റിപ്പോർട്ടിലുണ്ട് ഉമ്മുഹാനിന്റെ വീട്ടിലുറങ്ങുമ്പോൾ. കേൾക്കുമ്പോ കൺഫ്യൂഷൻ തോന്നരുത്. ആരാണ് ഈ ഉമ്മുഹാനി? നബിതങ്ങളുടെ ബീവിമാരുടെ കൂട്ടത്തിൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു ബീവിയില്ല. നബിതങ്ങളെ പെമ്മക്കളെ കൂട്ടത്തിലും ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ എന്നുള്ളൊരു ബീവിയില്ല. പിന്നെ ഏതാണ് നബിതങ്ങൾ പോയിട്ട് കിടന്നുറങ്ങി എന്ന് പറഞ്ഞ ഈ ബീവി ആരാ? ഈ പെണ്ണേതാ? ബഹുമാനപ്പെട്ട അബൂ താലിബിന്റെ മകളാണ് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ. അതായത് മുത്തുനബി 8 വയസ്സിന് ശേഷം, വല്ലിപ്പ വഫാത്തായതിന്റെ ശേഷം മുത്തുനബിയുടെ ഉത്തരവാദിത്വം വല്ലിപ്പ ഏൽപ്പിച്ചു പോയത് അബൂ താലിബിനെയാണ്. ആ മൂത്താപ്പാന്റെ വീട്ടിലാണ് 8 വയസ്സ് മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത് വരെ ജീവിച്ചത് ആ വീട്ടിലാ. അതിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ഖദീജ ബീവിയുടെ വീട്ടിൽ
വീട്ടിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ നബിതങ്ങളുടെ സ്വന്തം വീട് അബൂ താലിബിന്റെ വീടായിരുന്നു. അപ്പോൾ മുത്തുനബി 8 വയസ്സ് മുതൽ വളർന്നു വന്ന വീടാണ്. പക്ഷേ ഇസ്രാഉം മിഅ്റാജും നടക്കുന്ന സമയത്ത് 52-ാമത്തെ വയസ്സിൽ അബൂ താലിബ് ഹയാത്തിലില്ലാത്തത് കൊണ്ട് വീടിന്റെ പേര് ഉമ്മുഹാനിന്റെ വീടെന്നായി പോയി. അങ്ങനെ ഉമ്മുഹാനിന്റെ വീട്ടിൽ കിടക്കുമ്പോഴാണ് മലക്കുകൾ ഇറങ്ങി വന്ന് യാത്രക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞു. ആ യാത്രക്ക് തയ്യാറാകുന്നു. സംസം കിണറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ഹബീബിനെ മലർത്തി കിടത്തി. അതാ നെഞ്ച് പിളർത്തുന്നു, കൽബ് പുറത്തെടുക്കുന്നു. സംസം വെള്ളം കൊണ്ടത് കഴുകി. അതാ ആ കൽബില് ഈമാനും ഹിക്മത്തും കൂടുതൽ നിറച്ചു. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ദമ്മായി നിറച്ചു. എന്നിട്ട് വീണ്ടും പൂർവസ്ഥിതിയിൽ ഒന്നങ്ങ് തടവിയിട്ടത് കൂട്ടിക്കൊടുക്കുകയാണ്. മുത്തുനബി പതറിയില്ല. കാരണം മുത്തുനബിയെ ഇസ്രാ മിഅ്റാജിന്റെ യാത്രക്ക് വിവരമറിയിക്കാൻ വേണ്ടി മലക്കുകൾ വന്നത് തന്നെ വാതിൽ തുറന്നല്ല, വാതിലിൽ വന്ന് മുട്ടിയല്ല. വീടിന്റെ മേൽക്കൂര പെട്ടെന്നങ്ങ് വിള്ളുന്നതാ മുത്തുനബി കണ്ടത്. രാത്രി ഇങ്ങനെ കിടക്കുമ്പോ വീടിന്റെ മേൽക്കൂര വിണ്ടു. 2 ശുഭ്രവസ്ത്രധാരികൾ താഴോട്ടിറങ്ങി വന്നു. നബിയേ, ഒരാഗോള യാത്ര, ഒരു പ്രപഞ്ച യാത്ര ഇതാ നടക്കാൻ പോകുന്നു, ഒരുങ്ങണം എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. ആ ഈ വിടവിലൂടെ, മേൽക്കൂര പൊട്ടിയ വിടവിലൂടെ താഴോട്ടിറങ്ങി വന്നു. ആ വിടവ് സ്വയം അങ്ങ് കൂടി വാതിൽ തുറന്ന് പുറത്തിറങ്ങി പോകുന്നു 3 പേരും. സുബ്ഹാനല്ലാഹ്. സ്വയം വിണ്ട മേൽക്കൂരയുടെ വിടവ് സ്വയം കൂടിയത് മുത്തുനബി യാത്രയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഹാർട്ട് മുറിക്കുമ്പോൾ, അതേ തന്റെ നെഞ്ച് പിളർത്തുമ്പോൾ, ഹാർട്ട് പുറത്തെടുക്കുമ്പോൾ മുത്തുനബി പതറൂല. മാത്രവുമല്ല, മുത്തുനബിക്ക് ഇത് പുത്തരിയല്ല. 4-ാമത്തെ 5-ാമത്തെ വയസ്സില് ലംറത്തിന്റെ കൂടെ ആടുമേക്കുമ്പം ഒരു തവണ ഹാർട്ട് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ 10-ാം വയസ്സിൽ ഒന്ന് നടന്നോ നടന്നില്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 40-ൽ നുബുവത്ത് അറിയിക്കുമ്പം വീണ്ടും 3-ാമത്തെ ഒന്ന് നടന്നിട്ടുണ്ട്. 52-ാമത്തെ വയസ്സിൽ ആകാശയാത്ര നടത്താൻ മാത്രമുള്ള കെൽപ്പ് മുത്തുനബിക്ക് കൊടുക്കണമല്ലോ. ലോകത്തൊരാൾക്കും കഴിയാത്ത പടച്ചറബിനെ കാണാനുള്ള ശക്തി ഹബീബായ നബിതങ്ങളുടെ കണ്ണിനും കൽബിനും ഒക്കെ നൽകണ്ടേ? അതിനുവേണ്ടി 52-ന്റെ മുമ്പ് ഒന്നുകൂടെ കീറി. 52-ല് മിറാജ് ഇസ്രാ യാത്രയുടെ മുമ്പിലായിട്ട് ആ നെഞ്ചു പിളർത്തി. ഇതൊക്കെ സെറ്റപ്പാക്കി എടുക്കുന്നതിന്റെ ഭാഗമായിരുന്നു. ഇതാണ് അള്ളാഹു പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക്. നബിയെ, അങ്ങയുടെ നെഞ്ച് നാം കീറി പിളർത്തി തന്നില്ലേ. ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവാം പറഞ്ഞ വാക്കിന്. ഒരർത്ഥം മഹാന്മാരങ്ങനെയാ പറഞ്ഞത്. പലതവണ നടന്നിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ 3 തവണ നടന്നിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസത്തോടായി 10-ാം വയസ്സിൽ നടന്നോ അല്ലേ എന്നുള്ളതിൽ ഇമാമിങ്ങൾ പരസ്പര അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മാറ്റി വെച്ചാൽ 3 വട്ടം, അതും കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ 4 വട്ടം. മുത്തുനബി അതിനൊന്നും പതറൂല. പിന്നെ അതാ ബുറാക്കിന്റെ പുറത്താണ് യാത്ര. അപ്പൊ വീട്ടിൽ നിന്നാ തുടങ്ങിയത്, വീട്ടിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പക്ഷെ ഖുർആൻ പറയുന്നത് മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. അങ്ങനെയാണല്ലോ ഒരു യാത്ര. അതിന്റെ ഔദ്യോഗിക തുടക്കവും ഔദ്യോഗിക ഒടുക്കവുമാണ് പരാമർശിക്കുക. അങ്ങനെയാ പറയാ. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് വിമാനം കയറി മക്കത്ത് പോയി ഉംറ ചെയ്തു തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ചിലപ്പോ ആ വിമാനം പോകുന്നത് എങ്ങനെയായിരിക്കും? ദോഹയിൽ പോയി ഒന്ന് ഇറങ്ങുന്നുണ്ടാവും, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും, ദോഹയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടാകും, ഇറങ്ങി കയറിയായിരിക്കും പോയത്. അതൊന്നും പരാമർശിക്കൂല. അതേ രൂപത്തിലാണ് ഇത് ഏർപ്പാട്. പൊരേന്നാണ് യാത്ര പുറപ്പെട്ടത്. പക്ഷെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് പോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം മസ്ജിദുൽ ഹറാമാണ്. ഔദ്യോഗിക തുടക്കം അവിടുന്ന്. അതുകൊണ്ട് മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ വിശുദ്ധ പള്ളിയിൽ നിന്ന് തുടങ്ങി ഇലൽ മസ്ജിദിൽ അഖ്സ, പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, അങ്ങകലെയുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി.
നോക്കണേ, ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറഞ്ഞത് കണ്ടാല്, മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് കണ്ടാൽ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ചിലർക്ക് തോന്നും മസ്ജിദുൽ ഹറാം എന്നാണ് കേറിയിട്ടുണ്ടാവും ബുറാക്കിന്റെ പുറത്ത്, പിന്നെ ബൈത്തുൽ മുഖദ്ദസിലാണ്ട് ഇറങ്ങിയേക്കായിരിക്കും. അല്ല, ഇതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ഇടത്താവള ലാൻഡിങ്ങുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻ ഫ്ലൈറ്റിന് പോകും പോലെ ഇടക്ക് കുറെ ഇറങ്ങി കയറിയാ പോകുന്നത്. എന്തിനാണ്? ഇതൊരു ഉല്ലാസയാത്ര മാത്രമായിരുന്നില്ല, ഒന്നാം തരം സ്റ്റഡി ടൂറും കൂടെ ആയിരുന്നു. ഇസ്രാവും മിഅ്റാജും പഠനയാത്രയായിരുന്നു. ഇത് ഇസ്രാവും മിഅ്റാജും ഒന്നാം തരം ഒരു പഠനയാത്രയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി പലസ്തീനിലേക്ക് പോകുന്ന വഴിയില് മദീനയിലെത്തുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ജിബ്രീല് ബുറാക്കിനെ അവിടെ ബുറാക്കിന്റെ പുറത്ത് നിന്ന് മദീനയിലെത്തിയപ്പം ബുറാക്കിനെ നിർത്തി അവിടെ ഇറങ്ങി, അവിടെ ലാൻഡ് ചെയ്തു. എന്തിനാണ് മദീനയിൽ ഇറങ്ങിയത്? ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി റളിയല്ലാഹു അൻഹു അവര് പറയാണ്, എന്തിനാണ് ഈ ഇടത്താവള ലാൻഡിങ്ങുകളൊക്കെ? കുറെ പഠിക്കാനുണ്ട് അവിടേക്ക്. മദീനത്തിറങ്ങണം, കാരണം അടുത്ത കൊല്ലം തന്റെ നാട്ടുകാരുടെ ശല്യം സഹിക്കവയ്യാതെ മുത്തുനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരാൻ നിൽക്കുക. 53-ലല്ലേ ഹിജ്റ? ഇത് 52-ാമത്തെ വയസ്സിലാണ് ഇസ്രാവും മിഅ്റാജും. അപ്പൊ അടുത്ത കൊല്ലം പോരണം. അടുത്ത കൊല്ലം പോകുമ്പോ മദീനത്തേക്കാ പോകാനുള്ളത്. മദീനയുടെ ചുറ്റുപാട് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം മദീനത്തെത്തുമ്പം വെല്ലുവിളി പുതിയതാണ്. ഇതുവരെ മുശ്രിക്കീങ്ങളെയും നിഷേധികളെയും കണ്ട് പരിചയമുള്ളൂ. അവിടെ എത്തുമ്പം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഏറ്റവും വലിയ മുസീബത്തായി തുടരുന്നത് ഈ ജൂതവർഗാണ്. ഇപ്പോഴും അവരാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവർ, ജൂതന്മാരാണ്. അപ്പൊ ഈ ജൂതന്മാരെയാണ് നബിതങ്ങൾക്ക് മദീനത്തെത്തിയാൽ പുതിയ വെല്ലുവിളിയായിട്ട് നേരിടാനുള്ളത്. അപ്പൊ ഈ ജൂതന്മാരുടെ സ്വഭാവം എന്തൊക്കെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, അവരേതൊക്കെ പ്രദേശത്താണ് കൂടുതൽ താമസിക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, തങ്ങൾ മദീനത്ത് വരുമ്പം ഭാവിയിൽ തങ്ങളുടെ ഹെഡ് ഓഫീസ് എവിടെയാ വരിക, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം അറിയുന്ന, ഒട്ടുമുക്കാൽ ചരിത്ര ഭാഗങ്ങളുടെയും ദൃക്സാക്ഷിയും കൂടെയായ, മുൻകഴിഞ്ഞ നബിമാരുടെയൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് അതിനൊക്കെ സാക്ഷിയും കൂടെയായ ഒരു ഗൈഡ് ഒപ്പമുണ്ട്. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മദീനയിൽ ഇറങ്ങി മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ നിന്ന് കയറി അങ്ങനെ പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, ഒരു ഖുദ്സ് യാത്ര നടത്തിയവരാരെങ്കിലും എന്റെ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും. പിന്നെ കുറെ സ്ഥലങ്ങൾ പറയുന്നുണ്ട്, അവിടെയൊക്കെ പഠിക്കാനേറെയുണ്ട്. ഖുർആനിക ചരിത്രങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുക ഖുദ്സ് യാത്രയിലാണ്. അങ്ങനെ പോകുമ്പം തൂരി സീനായിലെത്തുമ്പോൾ ഹബീബ് റസൂലുള്ളാഹിയും ജിബ്രീലും തൂരി സീനയിൽ ഇറങ്ങുന്നു. എന്തിനായി ഇറങ്ങിയത് എന്നാരെങ്കിലും ചോദിക്കോ? കാരണം തൂരി സീനയും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധമറിയാത്ത ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടാവുമോ? മൂസാ നബി എന്ന് പറഞ്ഞാൽ പ്രബോധന ഫീൽഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റോൾ മോഡലാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ കിടക്കുന്നത് തൂരി സീനയിലാണ്. അതെ, തൂരി സീനയിൽ നിൽക്കുമ്പോഴാണല്ലോ പലകകളിൽ തൗറാത്ത് മൂസ നബിയുടെ കൈകളിലേക്ക് വന്നിറങ്ങുന്നത്. എവിടെ വെച്ചായിരുന്നു അത് കാണിച്ചു കൊടുക്കാൻ മാത്രം കഴിവുള്ളവരല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തൂടെ? സുബ്ഹാന മൻ ജല്ല ജലാലു. അവിടുന്ന് കയറി. ഞാൻ ചർച്ച ചുരുക്കുകയാണ്. വീണ്ടും ഇവർ യാത്ര പോകുമ്പോൾ മദിയനിൽ ഇറങ്ങിയ കഥ പറയുന്നുണ്ട്. എന്തിനാണ് മദിയനിൽ ഇറങ്ങിയത്? നമുക്കറിയാം, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാടാണ് മദിയൻ. അന്ന് മൂസാ നബി അലൈഹിസ്സലാം കയ്യബദ്ധത്തിൽ പ്രതികരിക്കുന്ന സമയത്ത് പ്രതിരോധം തീർക്കുമ്പം ഒരാൾ കൊല്ലപ്പെട്ടുപോയി. അതിനെ തുടർന്ന് നാട് വിട്ടു. അങ്ങനെ മദിയനില് ആരെങ്കിലും ഒരു മുറുക്ക് വെള്ളം തരുകയാണെങ്കിൽ
റബ്ബേ എനിക്കത് കിട്ടണം, വിശന്നിട്ടുണ്ട്, തളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പാറക്കെട്ടിൽ നബിതങ്ങൾ മൂസ നബി അലൈഹിസ്സലാം വിശ്രമിക്കുന്നത്. അതേ, ഈ സംഭവമൊക്കെ സൂറത്തുൽ ഖസസിൽ വ്യക്തമായും സൂചനാപരമായിട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പരിചയമുള്ള മുത്തുനബി ജിബ്രീലിനോടൊന്നങ്ങ് ചോദിച്ചാ പോരെ, അന്നെന്റെ ഇക്കാക്ക മൂസ നബി തളർന്നു വന്ന് ഇരുന്നിരുന്ന സ്ഥലം എവിടെയാണ്? ജിബ്രീലിന് അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പെൺമക്കൾ അന്ന് വെള്ളം കോരാൻ വന്നിട്ട് വെള്ളം കോരാതെ മാറി നിന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ഖസസിലെ. എവിടെയായിരുന്നു അത്? അപ്പോൾ മൂസ നബി കിണറ്റിൽ നിന്ന് അവർക്ക് വെള്ളം കോരിക്കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ ശുഐബ് നബി എന്ന ഉപ്പ, ആ ശുഐബ് നബി എന്ന ഉപ്പ, മക്കളെ നിങ്ങൾക്ക് വെള്ളം കോരിത്തന്ന യുവാവിനെ വിളിച്ചു കൊണ്ടുവാ, ഞാൻ കൂലി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ആ യുവാവിനെ വിളിപ്പിച്ചു വരുത്തി. അതിലൊരു പെൺകുട്ടിയെ മൂസ നബിക്ക് കല്യാണം ചെയ്തു കൊടുത്തു. കുടുംബമായതിന്റെ ശേഷം അതാ മൂസ നബി അലൈഹിസ്സലാം വീണ്ടും ഈജിപ്തിലേക്ക് വരുന്നു. ചരിത്രമൊക്കെ ശരിക്കും ഇങ്ങനെ സൂറത്തുൽ ഖസസിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് അങ്ങനെ ഈജിപ്തിക്ക് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുത്താ ശരിക്കും കണ്ണിലിങ്ങനെ കാണും ശരിക്കും ഈ ഘട്ടങ്ങൾ. മദിയനിലേക്ക് ഇങ്ങോട്ട് വരുന്നത്, മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് വീണ്ടും അങ്ങോട്ട് പോകുന്നത്, അതൊക്കെ നമുക്ക് കണ്ണ് കാണാൻ പറ്റും. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ അതിൽ സിയാറത്ത് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്ക് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദിയനിൽ ഇറങ്ങിയതിൽ വലിയ കാര്യമുണ്ട്. ഈ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ അവിടെയാണ്. കഴിഞ്ഞില്ല, പിന്നെ ബൈത്തുൽ ലഹ്മിൽ ഒരു ലാൻഡിംഗ് ഉണ്ട്. ഇസ്മായിലുൽ ഹഖി റളിയല്ലാഹു അൻഹു പറയുന്നു ബൈത്തുൽ ലഹ്മിലുണ്ട്. ബൈത്തുൽ ലഹ്മ് എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ബത്ലഹേമാണ്. ക്രിസ്ത്യാനികൾ പറയാറുണ്ട് യേശു ബത്ലഹാമിൽ ജനിച്ചു. ബൈത്തുൽ ലഹ്മ് എന്ന ആ പേര് ലോപിച്ചിട്ടാണ് അവർ ഈ ബത്ലഹാം എന്ന് പറയുന്നത്. ബൈത്തുൽ ലഹ്മ് അതിന്റെ പ്രത്യേകത തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത് അല്ലദീ വുലിദ ഫീഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. മറിയം ബീവി അത്ഭുതകരമായി ഗർഭം ചുമക്കുന്നു, അത്ഭുതകരമായി പ്രസവിക്കുന്നു. അങ്ങനെ കുഞ്ഞ് അത്ഭുതകരമായി തൊട്ടിലിൽ കിടന്ന് കിടിലൻ പ്രഭാഷണം നടത്തുന്നു. ആ പ്രഭാഷണമൊക്കെ അല്ലേ സൂറത്ത് മറിയമിൽ എത്ര ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ആ ബൈത്തുൽ ലഹ്മിൽ എത്തുമ്പം ഇവിടെയാണ് മറിയം ബീവി പ്രസവ വേദന കടുപ്പം കൂടിയപ്പോ എത്തിയിരുന്നത്. അന്ന് വിഷമിച്ച സമയത്ത് തൊട്ടടുത്ത ഉണങ്ങിയ കാരക്കമരം പിടിച്ചു കുലുക്കാൻ പറഞ്ഞു. ആ കാരക്കമരം അവിടെ ഇല്ലെങ്കിലും ഇവിടെ ആയിരുന്നു ആ കാരക്കമരം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ചരിത്രത്തിനൊക്കെ സാക്ഷിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെയൊക്കെ ജിബ്രീൽ ഉണ്ടായിരുന്നു. ജിബ്രീലിന് കാണിച്ചു കൊടുത്തൂടെ? തൊട്ടടുത്തു കൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുക്കിയിരുന്നു അള്ളാഹു അന്ന്. ആ അരുവി ഇതിലൂടെയായിരുന്നു ഒഴുകിയിരുന്നത് എന്ന് പറയാൻ ഇന്നും നമ്മൾ അവിടെ ചെന്നാല് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് ഇപ്പൊ കേട്ടോ. വളരെ ബഹുമാനത്തോടെ ആദരവോടെ ഒരു തൊട്ടിലൊക്കെ ഇങ്ങനെ സംവിധാനിച്ച് ആ തൊട്ടിൽ ഒരു കുട്ടിയെയൊക്കെ പ്രതീകമായിട്ട് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ട് ഈ തൊട്ടിലാണ് ഈസാ നബി കിടന്നത് എന്ന് ചിന്തിക്കണ്ട. അതൊരു പ്രതീകമായിട്ട് അവരുണ്ടാക്കി വെച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്ഥലമൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിളകൂലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സിളകൂലേ? നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോ എന്തുമാത്രം വലിയ ഈമാൻ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്ത് ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൽ തന്നെയാണ് ഇസ്രാ മിറാജും. സുബ്ഹാന മൻ ജല്ല ജലാലു. അതും കഴിഞ്ഞതിന്റെ ശേഷം അതേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. അവിടെയും കുറെ സംഗതികൾ, കുറെ ഡയലോഗുകൾ അവിടെ വെച്ചൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ബൈത്തുൽ മുഖദ്ദസ് എൻഡിങ്ങിലെത്തുന്നു. യാത്രയുടെ അവസാനം അവിടെയാണ്. ഇസ്രായിന്റെ അവസാനം. ഇനി മിഅ്റാജ് വേറെ യാത്ര, ഇതിനോട് തുടർന്ന് വരികയാണ് ആകാശയാത്ര. അതവിടെ നിൽക്കട്ടെ. ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുത്തുനബി എത്തിയപ്പോഴേക്ക് 1,24,000 നബിമാര് മുത്തുനബിയെ കാത്തിരിക്കുന്നു.
അവർക്ക് ഇമാമായി സയ്യിദുനാ റസൂലുള്ളാഹി നിസ്കരിക്കുന്നു. അങ്ങനെ ആഗോള ലീഡറാണ് മുത്തുനബി എന്ന് തെളിയിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. ഇബ്രാഹിം നബിയോട് അന്ന് അല്ലാഹ് പറഞ്ഞിരുന്നു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഇബ്രാഹിമേ, നിങ്ങളെ ഞാൻ ആഗോള ലീഡറാക്കുകയാണ്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ലോകത്തിന്റെ നേതാവാക്കുകയാണ്. അപ്പോൾ ഖാല വമിൻ ദുർരിയതി, ഇബ്രാഹിം നബി പറഞ്ഞു, പടച്ചോനെ, എന്നെ മാത്രം ആഗോള ലീഡറാക്കിയാ പോരാ, എന്റെ മക്കളെ കൂട്ടത്തിലും വലിയ നേതാക്കന്മാര് വരണം. അപ്പൊ ഇബ്രാഹിം നബിയേക്കാൾ ഉയരമുള്ള ഒരു പേരക്കുട്ടിയെ കൊടുത്തു. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ആഗോള ലീഡറെ കാണുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച്. തന്റെ വാപ്പ എന്ന് മുത്തുനബി എപ്പോഴും പരിചയപ്പെടുത്തിയിരുന്ന, അങ്ങനെ മുത്തുനബി പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബിനെ അബി ഇബ്രാഹിം, ജദ്ദി ഇബ്രാഹിം, അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുത്തിയത്. ഖലീലുല്ലാഹി എന്ന് പറയുന്നതിനേക്കാൾ നബി തങ്ങൾ പലപ്പോഴും ചേർത്ത് പറഞ്ഞിരുന്നത് അബി ജദ്ദി എന്നൊക്കെയാണ്. ആ വല്ലിപ്പയെ കാണുന്നു, അല്ലെങ്കിൽ ഉപ്പയെ കാണുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാണ് ഇസ്ഹാഖ്, അവരുടെ മകനാണ് യാഖൂബ്, അവരുടെ മകനാണ് അവരുടെ മക്കളാണ് മറ്റുള്ള മുഴുവൻ പ്രവാചകന്മാരും. 100,000 ചില്ലാനം പ്രവാചകന്മാരും മൊത്തം അത് തന്നെയാണ്. കാരണം ഇബ്രാഹിമിന്റെ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു 6, 7, 8 പേരെ നമുക്ക് അവിടെ കാണാനുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 1,24,000 നബിമാര് എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിലാ വരുന്നത്. ബനു ഇസ്രായേലിലാണ് എല്ലാ നബിമാരും വരുന്നത്. മൂസാ നബി, ഈസ നബി, സുലൈമാൻ നബി, ദാവൂദ് നബി ഒക്കെ തന്നെയാണ്. പക്ഷേ ഇബ്രാഹിം നബിക്ക് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാം. അത് നബിയാണ്. ആ ഇസ്മായിൽ നബി കഴിഞ്ഞാൽ പിന്നെ ഇസ്മായിൽ നബിക്ക് കുറെ മക്കളുണ്ട്, സ്വാലിഹീങ്ങളായ മക്കൾ. ആ ഇസ്മായിൽ നബിയുടെ മകന് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അവസാനം അബ്ദുൽ മുത്തലിബിലെത്തും, അബ്ദുള്ളയിലെത്തും. അവിടെ നിന്ന് ഉദയം ചെയ്യുന്നു ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പ്രവാചകന്മാരെ മാത്രം എണ്ണാണെങ്കിൽ, പ്രവാചകന്മാരല്ലാത്ത വാപ്പാരെ മാറ്റി നിർത്തിയാല് നബിതങ്ങളെ എണ്ണാൻ നല്ല സുഖ. ഇബ്രാഹിം, ഇസ്മായിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് അങ്ങോട്ട് പരമ്പര മുട്ടും. പ്രവാചകന്മാരെ മാത്രം എടുക്കാൻ. മറ്റത് അങ്ങനെ ഒരുപാട് പരമ്പര ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് നബിതങ്ങൾ പലപ്പോഴും അബി ഇബ്രാഹിം, ജദ്ദി ഇബ്രാഹിം എന്ന് പറയാറുണ്ടായിരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ബൈത്തുൽ മുഖദ്ദസിലെ നിസ്കാരവും കഴിഞ്ഞ് ഇസ്രാ അവസാനിച്ചു. ഇനി മിഅ്റാജിന്റെ തുടക്കമാണ്. ഇനി മിഅ്റാജിന്റെ തുടക്കമാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശയാത്രയാണ്. ആകാശത്തേക്കുള്ള യാത്രയാണ് മിഅ്റാജ്. അത് 1-ാം ആകാശം, 2-ാം ആകാശം, 3-ാം ആകാശം, ഇങ്ങനെ പോവുകയാണ്. അതൊക്കെ 1-ാം ആകാശത്തിന് നബിതങ്ങൾ കണ്ട രംഗങ്ങൾ മാത്രം ഒരു ദിവസം വിശദീകരിക്കാനുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് പറയാൻ പോവുകയാണ്. ആകാശയാത്ര മൊത്തം 10 മിനിറ്റ് കൊണ്ട് പറയാൻ പോവുകയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് മർമ്മപ്രധാനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ യാത്രക്ക് ഒരുങ്ങുന്നതിന്റെ മുമ്പ് അതുവരെ പോയത് ബുറാഖിന്റെ പുറത്താ യാത്ര. ബുറാഖിന് ഒരു പ്രത്യേകതയുണ്ട്. ബുറാഖ് എന്നുള്ള ജീവി, ആ ജീവിയുടെ പുറത്താണ് യാത്ര പോയത്. അതിന്റെ പ്രത്യേകത ഹദീസിൽ കാണാം. ബുറാഖ് ഇങ്ങനെ കയറ്റം കയറുമ്പോ കാലിങ്ങനെ പൊങ്ങി വരും. കുല്ലമാ സഇദ ഇർതഫഅത് റിജ്ലാഹ് വകുല്ലമാ ഹബത, ഇറക്കം ഇറങ്ങുമ്പോൾ ഇർതഫഅത് യദാഹ്, അതിന്റെ കൈകൾ ഇങ്ങനെ മേലോട്ട് ഉയർന്നു വരും. സ്പ്രിംഗ് ആക്ഷൻ ആയിരുന്നു കൈയും കാലും ഒക്കെ. അതെന്തിനാ? നമ്മളിപ്പോ ഈ ബുറാഖിന്റെ പുറത്തുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എനിക്കും നിൽക്കും ബോധ്യപ്പെടണമെങ്കിൽ ഒരു ബൈക്കിന്റെ പുറത്തുള്ള യാത്ര പോലെ സങ്കല്പിക്കുക. ബൈക്കിൽ ഓടുന്ന സമയത്ത് കയറ്റത്തിലാകുമ്പോൾ ബൈക്കിനുണ്ടാകുന്ന ഒരു ദോഷം എന്താ? മുന്നു പൊങ്ങും, അല്ലെ? മുന്നു പൊങ്ങും. പ്രത്യേകിച്ച് ബാക്കിൽ ഓവർലോഡും കൂടെ ഉണ്ടെങ്കിൽ. ഇവിടെ ശരിക്കും ഓവർലോഡ് ഉണ്ട്, പോവാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, കുല്ലമാ സഇദ,
കയറ്റം കയറുമ്പോ ബാക്ക് താവുകയാണല്ലോ ചെയ്യാം, അതിന് താവൂല. കയറ്റത്തിലും ഇറക്കത്തിലും നിരപ്പിലും ഒക്കെ ഒരേ രൂപത്തിലാണ് നബിതങ്ങൾ പറയുന്നത് ബുറാക്ക്. കാരണം കുല്ലമാ സൈദ ഇർതഫഅത് റിജ്ലാഹ്, കയറ്റം കയറുമ്പോ കാല് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് പൊങ്ങും. അപ്പൊ പിന്നെ ഒരേ ലെവലിൽ ഇങ്ങോട്ട് താവൂല. നമ്മൾ ഈ വണ്ടിമലൊക്കെ ഷോക്കാപ്സർ കണ്ടില്ലേ നിങ്ങൾ, അതാണ് അത് പരിഹരിച്ചു പോകുന്നത്. എന്നതുപോലെ കയറ്റം കയറുമ്പോ മൂട് പൊങ്ങുന്നു, ഇറക്കത്തിലാകുമ്പോ മുന്ന് പൊങ്ങുന്നു. ഇർതഫഅത് യദാഹ്. ഈ ഒരു അത്യാധുനിക സൗകര്യങ്ങൾ, ഇന്ന് നാം അനുഭവിക്കുന്ന അത്യാധുനിക സൗകര്യം അന്ന് ബുറാക്കിന്റെ പുറത്ത് അനുഭവിച്ച മുത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി. ബുറാക്കിന്റെ പുറത്താണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലസ്തീനിലേക്കുള്ള യാത്ര. പിന്നീട് ആകാശത്തേക്ക് പോയത് ബുറാക്കിന്റെ പുറത്ത് തന്നെയാണ് എന്നും അഭിപ്രായമുണ്ട്, അല്ലാന്നും അഭിപ്രായമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതേക്കുറിച്ച് പറയുന്നത് അതൊരു അത്ഭുത കോണിപ്പുറത്താണ് സഞ്ചരിച്ചത് എന്നാണ്. നസലത്തിൽ മിർഖാത്തു മിനസ് സമാഇൽ ഊല, ആകാശത്തുനിന്ന് ഒരു മിർഖാത്ത്, ഒരു കോണി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് ഇന്ന് നമ്മൾ ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത് കാണും ഖുബ്ബത്തു സഖ്റ. ആ പാറപ്പുറത്ത് ഒരു വലിയ കുബ്ബ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഖുബ്ബത്തു സഖ്റാന്റെ ഉള്ളിൽ അവിടെ കയറി നോക്കിയാൽ അതൊക്കെ കാണാം, ആ പാറക്കെട്ടുകള്. ഇന്ന് അത് നമ്മള് ഇപ്പൊ ഈ സഫയും മറവയും ഒക്കെ കാണുന്നത് പോലെ അത് ഇന്ന് നിർമ്മിച്ചുണ്ടാക്കി വെച്ചതായിരിക്കാം, പഴയത് തന്നെ ആവണമെന്നില്ല. ഏതായാലും അവിടെ വെച്ചിട്ട് അവിടേക്കാണ് ഇത് ഇറങ്ങി വരുന്നത്. ആ കോണി അവിടെ സ്ഥാപിതമായി. അതിന്റെ മുകളിൽ നബിയും ജിബ്രീലും കയറി നിന്നപ്പോ കോണി അങ്ങനെ യാന്ത്രികമായിട്ട് പൊങ്ങി അങ്ങ് പോയി. ഇന്ന് നമ്മൾ ബഹുനില കെട്ടിടങ്ങളിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് ആകാശയാത്രക്ക് ഉപയോഗിച്ചത് ആ അത്ഭുത കോണിയായിരുന്നു. അങ്ങനെ യാത്ര പോയി. യാത്ര പോകുന്നതിന്റെ മുമ്പ് ഒരു ഇടത്താവള സ്വീകരണമാണല്ലോ ഇവിടെ നടത്തിയത്. ഇടത്താവളത്തിൽ ഒരാള് വന്ന് ഇറങ്ങുമ്പോ സ്വീകരണം കൊടുക്കുന്നത് പോലെ ഒരു യാത്ര കഴിഞ്ഞു അടുത്ത യാത്രക്ക് പോവാൻ. അപ്പൊ എന്ത് ചെയ്തു? ഒരു സ്വീകരണം. 2 പാത്രം പാനീയം മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. ഒരു ഗ്ലാസ്സിൽ കള്ളാണ്, ഒരു ഗ്ലാസ്സിൽ പാലാണ്, ശുദ്ധമായ പാലാണ്. നബിതങ്ങളോട് പറഞ്ഞു, ഇഷ്ടമുള്ളത് എടുത്തോളൂ, കുടിച്ചോളൂ. ഇനിയൊരു ദീർഘയാത്രയാണ് നടത്തുന്നത്, ക്ഷീണിക്കരുത്, തളരരുത്, എന്തെങ്കിലും ഒന്ന് കുടിക്കണം എന്ന് പറഞ്ഞു. മുത്തുനബി പാലെടുത്ത് കുടിച്ചു. പാലെടുത്ത് കുടിക്കാൻ ഒരുങ്ങിയപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങ് പക്വതയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റായിരുന്നു. കള്ളു കുടിക്കോ പാല് കുടിക്കോ? കള്ളു ഒഴിവാക്കി പാലാണ് എടുത്തത്. എടുത്തപ്പോ പറഞ്ഞു, തങ്ങൾ പക്വതയാണ് സെലക്ട് ചെയ്തത്, തെരഞ്ഞെടുത്തത്. ഈ യാത്രയിലൊക്കെ മനുഷ്യന്മാര് പലപ്പോഴും കൃത്യനിഷ്ഠയും തഖ്വയും ഒക്കെ മറന്നു പോകുന്ന സമയമാണ്. ഈ വിമാനത്തിന്റെ ഉള്ളിലൊക്കെ യാത്ര ചെയ്യുമ്പോ കാണാം, കണ്ണ് മുന്നിൽ വരുന്നതൊക്കെ അകത്താക്കേണ്ട ഒരു ടീമുണ്ട്. അതെന്താ കിട്ടിയതെന്നൊന്നും നോക്കാറില്ല. അത് മദ്യ വിളമ്പിയതെങ്കിൽ അതും കുടിക്കും, ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഛർദ്ദിച്ച് ഇങ്ങനെ കിടക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ വിമാനയാത്രയൊക്കെ നടത്തിയവർക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രായിലും മിറാജിലും പടച്ചോൻ പഠിപ്പിക്കുകയാണ്, യാത്രാ സമയത്ത് കൃത്യനിഷ്ഠകൾ തെറ്റും, മനുഷ്യന്റെ ജീവിത ചിട്ടവട്ടങ്ങൾ തെറ്റിപ്പോകും, തെറ്റരുത്, നല്ലപോലെ ശ്രദ്ധിക്കണം. അവിടെയൊന്നും തഖ്വ പൊട്ടിപ്പോകാൻ പാടില്ല. മുത്തുനബി പാലെടുത്ത് കുടിക്കുന്നു. നബിയെ പക്വതയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ കള്ളു കുടിക്കുന്നത് തീർച്ചയായും പക്വതയില്ലാത്ത, അന്തമില്ലാത്ത ഏർപ്പാടാണ്. പാല് എന്ന് പറയുന്നതോ കിട്ടാവുന്നതിൽ ഏറ്റവും വിശുദ്ധമായ പാനീയമാണ്. മുത്തുനബി പാലല്ലാതെ എന്ത് കഴിച്ചാലും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലീ ഫീഹി വർസുഖ്നി ഖൈറൻ മിൻഹു. പാലല്ലാതെ നബിതങ്ങൾ എന്ത് കഴിച്ചാലും നബിതങ്ങൾ ദുആരക്കും, അല്ലാഹുവേ ഈ കുടിച്ചതിൽ, ഈ തിന്നതിൽ, ഈ കുടിച്ചതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണം, ഇതിലേറെ നല്ലത് തിന്നാനും കുടിക്കാനും തൗഫീഖ് തരണം. ഇങ്ങനെയാണ് പറയല്. പക്ഷെ പാല് കുടിച്ചാ നബിതങ്ങൾ ദുആരക്കൽ അങ്ങനെയല്ല. അല്ലാഹുമ്മ ബാരിക് ലീ ഫീഹി വർസുഖ്നി മിൻഹു വസിദ്നി മിൻഹു, വസിദ്നി മിൻഹു.
റബ്ബേ ഇതിലെനിക്ക് ബർക്കത്ത് നൽകണം, പോരാ ഇതന്നെ ഇനിയും കുടിക്കാൻ പാകില്ല, ഇതിനേറെ ഹൈറായോ എന്ന് ചോദിക്കാറില്ല. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഇതെന്താ അങ്ങനെ? അപ്പൊ മുത്തുനബി പറഞ്ഞു, പാലിനേക്കാൾ വിശുദ്ധമായ ഒരു ഭക്ഷണവും പാനീയവും ഞാൻ കണ്ടിട്ടില്ല. പാലൊരു മോശപ്പെട്ട സംഭവമാണ് എന്ന് ചിലപ്പോ ഈ പ്രകൃതിയുടെ ആളുകളൊക്കെ ചിലപ്പോ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പ്രകൃതിയുടെ ക്ലാസ്സിൽ കൂടിയപ്പോ ആ സാറ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, 5 വെള്ള വിഷങ്ങളുണ്ട്. പഞ്ചസാര എണ്ണി, മൈദ എണ്ണി, ആ കൂട്ടത്തിൽ അയാൾ പാലെണ്ണിയത്. എന്നിട്ട് അയാൾ അന്നത്തെ പ്രഭാഷണത്തിൽ ഇയാളുടെ ഈ പ്രകൃതി ശാസ്ത്രം, ഈ പ്രകൃതി ക്ലാസിന്റെ അധ്യാപനങ്ങൾ തെളിയിക്കാൻ വേണ്ടി കുറെ ആയത്തു ഹദീസൊക്കെ അത് ഓതിയിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, ഏതായാലും ആയത്തു ഹദീസ് ഓതിയ സ്ഥിതിക്ക് നിങ്ങളോട് പറയാണ്, പാലിനെ വിമർശിക്കാൻ ആയത്തു ഹദീസ് ഓതരുത്. പാല് വിശുദ്ധമായ ആഹാരമാണ്, പാല് വിശുദ്ധായ ആഹാരമാണ്, അത് നല്ലതാണ്. ലബനൻ സായിഗൻ ലിശ്ശാരിബീൻ, അല്ലേ? ഖുർആനും പറഞ്ഞത് അങ്ങനെയല്ലേ പാലിനെ പറ്റി? നല്ല വിശുദ്ധമായ ആഹാരമായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അതിനെ കുറ്റം പറയാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞത് അദ്ദേഹം അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പാലിനെ കുറിച്ച് അങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പഠനം എനിക്ക് വീണ്ടും പുനർവിചിന്തനം നടത്തണം. അതാണ് ഈമാനുള്ളവരുടെ ലക്ഷ്യം. മുത്തുനബി പാലൊരു നല്ല സംഗതിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് തെറ്റാണ്, അതൊന്നും കൂടെ പഠനം നടത്തണം. കാരണം എന്നാ മുത്തുനബി പറഞ്ഞു അടുത്തേക്ക് ഇങ്ങോട്ട് എത്തും. അത് അദ്ദേഹത്തിന് ഈമാനുള്ള ആളായതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണുള്ളത്. അദ്ദേഹം അത് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടികൾക്ക് വേഗം ബോധ്യപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ ചോദിച്ചു. അരീക്കോട് മജ്മഅയിൽ കുറെ മുമ്പ് വന്നിരുന്ന ഒരു സാറ് ക്ലാസ് എടുത്തപ്പോ കുട്ടികളോട് അദ്ദേഹം ഒന്നും കൂടെ ചോദിച്ചു, പട്ടിയുടെ പാല് ആർക്കുള്ളതാന്ന് ചോദിച്ചു അയാൾ. ഈ കുട്ടിയൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടി, ആ പട്ടിക്കുട്ടിയൊക്കെയുള്ളതാണ്. എന്നാ പശുവിന്റെ പാല് പശുക്കുട്ടിയൊക്കെയുള്ള, നിങ്ങൾ കുടിക്കണ്ട അയാൾ. അത് പെട്ടെന്ന് ആളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അയാളോട് കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനുണ്ടാവും, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് പാല് എന്ന് പറയുന്നത് വിശുദ്ധ നല്ല ആഹാരം. അള്ളാഹുവിന്റെ റസൂലിന് ഇസ്രാ മിറാജിന്റെ അന്ന് കൊടുത്തതും പാലാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞിട്ട് യാത്ര പോകുമ്പം ഒന്നാം ആകാശത്ത് യാത്ര എത്തിയപ്പം ജിബ്രീൽ അവിടെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നവരെ വിവരമറിയിക്കുന്നു. വാതിൽ തുറന്ന് സ്വീകരിക്കുന്നു. അവിടെ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ കാണുന്നു. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിച്ചു, ആരാണ് ഇത്? ആദം അലൈഹിസ്സലാമാണ്. അതെ, മനുഷ്യലോകത്തിന്റെ തുടക്കം എന്റെ വല്ലിപ്പ ആദം നബി. എത്ര സന്തോഷത്തോടെയായിരിക്കും മുത്തുനബി അത് കാണുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നാലോചിച്ചു നോക്ക്. ആ ആദം നബി അലൈഹിസ്സലാമിനെ അങ്ങനെ ശ്രദ്ധിച്ചപ്പം വലതുഭാഗത്ത് കുറെ സുന്ദരന്മാരായ മനുഷ്യകോലങ്ങൾ, മനുഷ്യരൂപങ്ങൾ വലതുഭാഗത്ത്. ആദം നബി അലൈഹി സ്വലാമിന്റെ ഇടതുഭാഗത്ത് നോക്കിയപ്പം കാണാൻ തീരെ കോലമില്ലാത്ത കുറെ മനുഷ്യകോലങ്ങൾ. വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് ആദം നബി അലൈഹി സ്വലാം കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നു. ഇടതുഭാഗത്തേക്ക് കണ്ണൊന്ന് തെറ്റിച്ചാൽ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോഴേക്ക് കരയാണ്. കരച്ചിലടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഈ വലതുഭാഗത്ത് കാണുന്നവരൊക്കെ സ്വർഗാവകാശികളാണ് എന്റെ മക്കൾ. എണ്ണിയാലൊടുങ്ങാത്ത വിരൂപികളായ ഇടതുഭാഗത്തെ മക്കളും എന്റെ മക്കളാ. പക്ഷെ അവർ നരകാവകാശികളാണ്. ഈ വലതുഭാഗത്തുള്ള പലരും ഇവിടെയാ ഉണ്ടായിരുന്നത്.
വളരെ കുറഞ്ഞ ആളെ ഈ പക്ഷത്തുള്ളായിരുന്നു. പക്ഷേ ഞാനും എന്റെ ശേഷം 1,24,000 നബിമാരും പണിയെടുത്ത് ഇവിടെയുള്ള പലരെയും ഇങ്ങെത്തിച്ചു. ഇനി അവസാനം നിങ്ങളുടെ പോസ്റ്റിലാണ് ഇപ്പൊ പന്തുള്ളത്. ഇനി നിങ്ങൾ പണിയെടുത്തിട്ട് ഈ ഭാഗത്തു നിന്ന് ഒരുപാട് എണ്ണത്തെ ഇങ്ങോട്ടെത്തിക്കണം. ഇതിനാണ് ചിരിച്ചതും കരഞ്ഞതും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നാനാകാശത്ത് കണ്ട കഥയതായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അതെ, ആദ്യമായി പ്രബോധന ഫീൽഡിലെ ഒന്നാമത്തെ മാതൃക ആദം നബിയല്ലേ? മനുഷ്യലോകത്തിന്റെ പിതാവല്ലേ? ഒന്നാമത്തെ മനുഷ്യൻ എന്ന പ്രത്യേകതയല്ലല്ലോ, ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ നബിയുമാണല്ലോ. അതുകൊണ്ടേ തറവാട്ടിക്ക് തിരിച്ചു പോകണം എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ തറവാട് തൗഹീദിന്റെ തറവാടാണ്. ഗർവാപ്പസി അല്ലേ? തറവാട്ടിക്ക് തിരിച്ചു പോകാന്ന് പറയണ്ടെങ്കിലേ, നിങ്ങളെയൊക്കെ പൂർവ്വപിതാക്കന്മാര് മുസ്ലിങ്ങളായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തറവാട്ടിക്ക് തിരിച്ചു വരണം എന്ന് പറയണ്ടെങ്കിലേ, ആ പൂർവ്വപിതാക്കന്മാരുടെ ഒക്കെ പൂർവ്വപിതാവ് തൗഹീദിന്റെ തറവാട്ടുകാരനവര് ആദം അലൈഹിസ്സലാമാണ്. മനുഷ്യൻ തിരിച്ചു പോവാണെങ്കിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകാൻ പോകും. ഞാൻ പറഞ്ഞു വരുന്നത് ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം, അവരെ തന്നെയല്ലേ ഒന്നാമത്തെ സ്റ്റേഷനിൽ കാണിക്കേണ്ടത്? തീർത്തും. കാരണം പ്രബോധന ഫീൽഡിൽ ഇറങ്ങുന്ന നബിതങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ആദം അലൈഹിസ്സലാമാണ്. അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. രണ്ടാനാകാശത്ത് ചെന്നപ്പോൾ നബിതങ്ങളെ കാത്തിരിക്കുന്നത് നബിയുല്ലാഹി ഈസാ വ യഹ്യാ അലൈഹിമസ്സലാം. എന്തിനാണ് രണ്ടാനാകാശത്ത് രണ്ടാളാ കാത്തു നിൽക്കുന്നത്? ഈസാ, യഹ്യ, രണ്ടാളും കുടുംബക്കാരാണ്. ഇളയമ മൂത്തമ്മ മക്കളാണ്. വേറെയും ബന്ധം പറയുന്നുണ്ട്, ഇളയമ മൂത്തമ്മ മക്കൾ എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായാലും എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക, എന്തിനാണിത്? നബിതങ്ങളുടെ 52ാമത്തെ വയസ്സിലല്ലേ ഇത് ഈ യാത്ര? 53-ൽ മദീനയിലേക്ക് പോകണം. പിന്നെ ജൂതന്മാരെയാണ് നേരിടാനുള്ളത്, അവരെയാണ് സൂക്ഷിക്കാനുള്ളത്. ഈ വെല്ലുവിളിയാണ് മുമ്പിലുള്ളത്. അവിടെ ജൂതന്മാരോട് പയറ്റി തെളിഞ്ഞ 2 പ്രവാചകന്മാരെ കാണുന്നതിൽ അർത്ഥമുണ്ട്. ഇസ്മാഈലുൽ ഹഖി റളിയല്ലാഹു അൻഹു ജൂതന്മാരോട് പയറ്റി തെളിഞ്ഞ നബിയല്ലേ? ഈസാ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം. കാരണം ഒരാളെ ജൂതന്മാര് കൊന്നുകളഞ്ഞു, യഹ്യ അലൈഹിസ്സലാമിനെ കൊന്നുകളഞ്ഞു. മറ്റേയാളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴേക്ക് അള്ളാഹ് കൊല്ലാൻ കൊടുത്തില്ല, കൊണ്ടുപോയി മേലോട്ട് ഈസാ അലൈഹിസ്സലാം. ഏതായാലും ജൂതന്മാരുടെ മുഴുവൻ കുതന്ത്രങ്ങളെ പറ്റിയും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഈസാ വ യഹ്യ അലൈഹിമസ്സലാം. സക്കരിയ നബിയുടെ കുട്ടിയാണ് യഹ്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കേട്ടോളൂ. ഇങ്ങനെ രണ്ടാനാകാശത്ത് ജൂതന്മാരുടെ കുതന്ത്രങ്ങളെപ്പറ്റി അധ്യാപനം നൽകാൻ 2 നബിമാർ. 3-ാനാകാശത്ത് ചെന്നപ്പം അവിടെ കാണുന്നത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമാണ്. അല്ലാഹ് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു. യൂസുഫ് നബിയുടെ സൗന്ദര്യം വല്ലാത്ത അത്ഭുത സൗന്ദര്യമാണ്. ഏതായാലും യൂസുഫ് നബിയെ കണ്ടത് എന്തുകൊണ്ട്? യൂസുഫ് നബിക്ക് എന്തായിരിക്കും നബിതങ്ങളോട് പറയാനുള്ളത്? ഇസ്മാഈലുൽ ഹഖി റളിയല്ലാഹു അൻഹു പറയാണ്. ഇതൊക്കെ നമുക്ക് എവിടെ ബോധ്യപ്പെടുകയോ? 1,24,000 നബിമാരുണ്ടായിട്ട് ആകാശയാത്രയിൽ മുത്തുനബി കാണുന്നത് ആകെ 8 നബിമാരെയാണ്. ഒരാകാശത്ത് 2 ആളുണ്ട്, ബാക്കിയുള്ളടത്തൊക്കെ ഓരോരുത്തരും. 8 നബിമാരെ മാത്രം തെരഞ്ഞെടുത്തതിനെന്തോ കാരണം ഉണ്ടാവുമല്ലോ, അതാണ് ഈ പറയുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് പറയാനുള്ളത് എന്താ? നബിയെ, തങ്ങൾ ഏറ്റവും കൂടുതൽ കരുതേണ്ടത് സ്വന്തക്കാരെയാണ്. അങ്ങനെയാണ്. ഈ നാട്ടുകാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ആർക്കും വിഷമമൊന്നും തോന്നിപ്പോയത്. ഒരാൾ നന്നാകുന്നതിൽ വലിയ വിഷമം ഉണ്ടാകുക സ്വന്തം ചോരക്കാർ. സ്വന്തക്കാരെയാണ് കരുതേണ്ടത്. എന്റെ സ്വന്തക്കാരെന്നോട് ചെയ്ത ദ്രോഹം. യൂസുഫ് നബിന്റെ കാക്കമാര് സ്വന്തം ജ്യേഷ്ഠന്മാരല്ലേ ചെയ്തത് ആ ദ്രോഹമൊക്കെ? എന്നിട്ട് കൊണ്ടുപോയി കിണറ്റിലിട്ടു. അവിടുന്ന് അടിമക്കമ്പോളത്തിലെത്തി. അവിടുന്ന് സുലൈഖയുടെ അസീസ് മന്ത്രിയുടെ വീട്ടിലെത്തി. അവിടുന്ന് സുലൈഖയുടെ പീഡനം. അവസാനം പടച്ചോനോട് ദുആ ചെയ്തു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ. അല്ലാഹ്,
ഈ പെണ്ണുങ്ങൾ, ഈ കൊസറാകൊള്ളികൾ എന്നെ വിളിക്കുന്ന ഈ വേണ്ടാത്തരത്തെക്കാൾ എനിക്ക് നല്ലത് ജയിലറയാണ്, ജയില് തന്നാളാന്ന് പറഞ്ഞു. അള്ളാഹു യൂസുഫ് നബിന്റെ ദുആക്ക് ഉത്തരം കൊടുത്തു. ജയിലിലായി യൂസുഫ് നബി അലൈഹിസ്സലാം. അതിന് നിമിത്തങ്ങൾ ഉണ്ടായി, ജയിലിലായി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് വന്നു? ഭരണകസേരയിലേക്കാ വന്നത്. ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രിയാകുന്നു. ആ ഭക്ഷ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴാ തന്നോട് അന്ന് അരുതാത്തത് ചെയ്ത തന്റെ ഇക്കാക്കമാര് സഞ്ചിയും കൊണ്ട് പാത്രവും കൊണ്ട് അരിക്ക് യാചിച്ച് റേഷന് വേണ്ടി വന്ന് നിൽക്കുന്നു. നബിയെ, എന്റെ സ്വന്തക്കാരെന്നോട് ദ്രോഹം ചെയ്തു. നിങ്ങളെ സ്വന്തക്കാർ നിങ്ങളെ ആട്ടിയോടിക്കും അടുത്ത കൊല്ലം മദീനയിലേക്ക്. നടക്കാൻ പോവാണ് അടുത്ത കൊല്ലം, പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഒന്നും വിഷമിക്കരുത്, ഞാൻ ഒരുപാട് സഹിച്ചു. അവസാനം ഞാൻ തിരിച്ചു വന്നു. എന്റെ ഇക്കാക്കമാരെന്റെ മുമ്പിൽ വന്നു. ഞാൻ പൂർവോപരി ശക്തി പ്രാപിച്ചതിന്റെ ശേഷം എന്നതുപോലെ നിങ്ങളെ തൽക്കാലം നിങ്ങളുടെ ഉറ്റവരും ഉടയവരും നാടുകടത്തിയാലും നിങ്ങൾ മക്കയുടെയും മദീനയുടെയും അധിപനായി തിരിച്ചു വന്ന് മക്കം ഫത്ഹ് നടന്ന് കഅബ കയ്യിലാക്കി നിങ്ങൾ തിരിച്ചു പിടിച്ചു. കഅബ കയ്യേറുകയല്ല, തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ച് ആ കഅബയിൽ പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങളോട് ദ്രോഹം ചെയ്ത ഈ പോക്കിരി വർഗം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആലില പോലെ വിറക്കും. ആ സമയത്ത് നിങ്ങൾ അവരോട് പറയേണ്ട ഒരു വാക്കുണ്ട് യാ റസൂലല്ലാഹ്. അതെന്താ? ഞാൻ എന്റെ ഇക്കാക്കമാരോട് പറഞ്ഞ വാക്ക്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല മക്കളെ. യൂസുഫ് നബി അങ്ങനെയാ പറഞ്ഞത്, കാക്കമാരോട് പറഞ്ഞത്. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾ കാട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല, പക്ഷെ നിങ്ങളോട് ഒരു പ്രതികാരവും ഇല്ല കേട്ടോ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ പറഞ്ഞിട്ട് പിന്നെ ദ്വാരന്ന് കൊടുക്കുകയാണ്. യഗ്ഫിറുല്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ട് ദ്വാരന്ന് കൊടുക്കുകയാണ്. ഇതാണ് മക്കം ഫത്ഹിന്റെ അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്താണത്? അള്ളാന്റെ റസൂലുള്ളാന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ആലില പോലെ വിറച്ച് പേടിച്ചു നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, ഇന്ന് ഞാൻ നിങ്ങളോട് എന്തു നിലപാട് സ്വീകരിക്കുമെന്നാണ് കൂട്ടുകാരെ നിങ്ങൾ കരുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കരുതി, റസൂലുള്ള തീരുമാനം അങ്ങ് പറഞ്ഞാല് ഞങ്ങളെ ആട്ടിയോടിച്ചതിന്, ഞങ്ങളെ നാട് കടത്തിയതിന്, ഞങ്ങളെ ദ്രോഹിച്ചതിന് മധുര പ്രതികാരം വീട്ടാൻ പോവുകയാണ്. ഉമറിന്റെ ശൗര്യം ഇക്രിമ അറിയാൻ പോവുകയാണ്. അന്ന് ഇക്രിമ മുസ്ലിം ആയിട്ടില്ല, അതിനെ തുടർന്നാ മുസ്ലിം ആയത്. അങ്ങനെ വലിയ വലിയ കൊമ്പന്മാരൊക്കെ ഇന്ന് ഉമറിന്റെ ശൗര്യം തിരിച്ചറിയും. ഇഞ്ചോടിഞ്ച് പ്രതികാരം വീട്ടും എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിയിരിക്കുക. ഞാന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മനസ്സിൽ ഇങ്ങനെ മനപ്പായസമുണ്ട്, നല്ലോണം കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് നബി തങ്ങളുടെ പ്രഖ്യാപനം വന്നത്, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ്. വെറുതെയാണ് പറഞ്ഞേക്കല്ല, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ആദ്യ രാമുഖം, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ് ലി ഇഖ്വതി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ഇക്കാക്ക യൂസുഫ് നബി തന്റെ ഇക്കാക്കമാരോട് പറഞ്ഞ അതേ വാക്കാണ്. ദ്രോഹിച്ച ഇക്കാക്കമാര് തന്റെ മുമ്പിൽ വന്നപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഫസ്തഹയൈതു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചമ്മിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കാരണം മഖാഫത അൻ യദ്രിയ റസൂലുള്ളാഹി മാ ഫീ ഖൽബി. ഞാൻ അതിന്റെ മുമ്പ് വിചാരിച്ചത് എന്താണ്? നല്ലോണം പ്രതികാരം വീട്ടണം എന്നാ. മുത്തുനബി ഇങ്ങനെ പൊതുമാപ്പാട് കൊടുത്തപ്പോ ഞാൻ അങ്ങോട്ട് ചമ്മി, വല്ലാതെ അങ്ങോട്ടായി. എന്താ കാരണം? എന്റെ മനസ്സിലുണ്ടായതിന് പൂതി നബിതങ്ങൾ അറിയാത്തത് നല്ല കാലം. കാരണം മുത്തുനബി ഇവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാണ്. എന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെയല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എവിടെ നിന്നാണ് ഈ വിശാലമായ പുതുമാപ്പ് മുത്തുനബിക്ക് കിട്ടിയത്? അതേ ഇസ്രാ മിഅ്റാജിന്റെ അന്ന് മൂന്നാം ആകാശത്തെ യൂസുഫ് നബിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ഇതിലൊരു പങ്കില്ലേ? അതാ ചിന്തിക്കേണ്ടത്. ചിന്തിച്ചു നോക്കൂ. അത് കഴിഞ്ഞ് നാലാം ആകാശത്ത് ചെന്നപ്പം അവിടെ മുത്തുനബിയെ കാത്തിരിക്കുന്നത് നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം. എന്താ ഇദ്രീസ് നബിയുടെ പ്രത്യേകത? ഇദ്രീസ് നബിയാണ് ലോകത്ത് ആദ്യമായിട്ട് പേന വിപ്ലവം നയിച്ചയാള്.
ആദ്യമായിട്ട് എഴുതിയത് ഇദ്രീസ് നബിയാ. അവ്വലു മൻ കതബ ഇദ്രീസ് അലൈഹിസ്സലാം. പ്രബോധന ഫീൽഡിൽ ഏറ്റവും വലിയ ആയുധാണ് ഏത്? പേന, എഴുത്ത്. അപ്പൊ അതുകൊണ്ട് പേനയുടെ പ്രതികൂലവും അനുകൂലവുമായ സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒന്നാം തരം നേതാവാണ് ആര്? ഇദ്രീസ് നബി. അതുകൊണ്ട് 4-ാം ആകാശത്ത് ഇദ്രീസ് നബി കാത്തുനിന്നു. ആ ഇദ്രീസ് നബിയിൽ നിന്ന് കിട്ടിയ ആ ഒരു വോൾട്ടേജ് അല്ലേ സഹോദരങ്ങളെ മുത്തുനബിയുടെ കത്തുകൾ ഉണ്ടാക്കിയ വിപ്ലവം. പേന വിപ്ലവം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ട്. ആ പേനയുടെ വിപ്ലവം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തന്നെയല്ലേ കിട്ടേണ്ടത്? അത് കഴിഞ്ഞിട്ട് 5-ാം ആകാശത്ത് കയറി ചെന്നപ്പോൾ തന്നെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹാറൂൻ അലൈഹിസ്സലാം. എന്താ നബിയുല്ലാഹി ഹാറൂൻ നബിയുടെ പ്രത്യേകത? നമുക്കറിയാം. 4-ാം ആകാശത്ത് പേന നായകൻ കാത്തുനിന്നപ്പം, പേന വിപ്ലവം നയിച്ചയാള് കാത്തുനിന്നപ്പം 5-ാം ആകാശത്ത് കാത്തുനിൽക്കുന്നത് പ്രഭാഷണ കലയിലെ രാജാവാണ്. പ്രഭാഷണ കലയിലെ രാജാവാണ് നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. തീർച്ചയായിട്ടും ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. മൂസാ നബി എന്നെ പടച്ചോനോട് പറഞ്ഞില്ലേ, പടച്ചോനെ എനിക്ക് വാക്ക് വൈഭവം കുറവാണ്, അതുകൊണ്ട് പ്രബോധന ഫീൽഡിൽ പ്രഭാഷണം വല്ലാതെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് പ്രഭാഷണം കൂടെ വേണം. അതുകൊണ്ട് എന്റെ കാക്കനെയും കൂടെ നബിയാക്കി തരണം. ഹുവ അഫ്സഹു മിന്നി. എന്റെ ഇക്കാക്ക എന്നെക്കാൾ വാചാലതയുള്ള ആളാണ്. പ്രഭാഷണ കലയിലെ രാജാവായിരുന്നു ഹാറൂൻ നബി അലൈഹിസ്സലാം. അപ്പൊ പ്രഭാഷണത്തിന്റെ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ 5-ാം ആകാശത്ത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. 6-ാം ആകാശത്ത് കാത്തു നിൽക്കുന്നത് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബിയാണ്. മൂസാ നബിയും നബിയും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. മൂസാ നബിയുടെ കഥ ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഒരൊറ്റ നബിയുടെ കഥയും വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടില്ല. കാരണം പ്രബോധന ഫീൽഡിലെ ഏറ്റവും വലിയ റോൾ മോഡൽ മൂസാ അലൈഹിസ്സലാമാണ്. മറ്റുള്ള നബിമാരൊക്കെ വേദനയും പ്രയാസവും സഹിച്ചത് എതിരാളികളിൽ നിന്നാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിനെ എതിരാളികളും ശല്യം ചെയ്തു, അനുയായികളും ശല്യം ചെയ്തു. ഒപ്പം നിൽക്കണോലും കുത്തുകയായിരുന്നു. അതാണ് മൂസ നബിന്റെ പ്രത്യേകത. അത് തന്നെയാണ് മുത്തുനബിന്റെയും പ്രത്യേകത. ഇപ്പോഴും അങ്ങനെ തന്നെ, ഒപ്പം നിൽക്കണോലും കുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് വിദേഹത്തുകാരൊക്കെ. റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലാന്ന് പോലും പറയുന്നവര് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു, ഇമാം നസഫിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, വലിയ വിഷമല്ലേ ഇവ പറയുന്നതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ. ഖുർആനിൽ തന്നെ ഒരു ആയത്ത് കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസ. വിശ്വാസികളെ, നിങ്ങൾ മൂസാ നബിയെ ടീമിനെ പോലെ ആകരുത് ട്ടോ. നബിന്റെ ഒപ്പം നിന്നാട്ട് നബിയെ കുത്തരുത്. നബി തെറ്റിയെന്ന് പറയാ, നബിന്റെ അമ്മയും ബാപ്പയും മുശ്രിക്കാന്ന് പറയാ, നബിന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലാന്ന് പറയാ. അരുത്, പറയരുത് ട്ടോ. അപ്പൊ ഇതിനൊക്കെ നബിതങ്ങൾക്ക് സഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റോൾ മോഡൽ മൂസാ നബിയാണ്. അപ്പൊ മൂസ നബിയുടെ കഥയൊന്ന് പഠിപ്പിക്കണം. മൂസ നബിയിൽ നിന്ന് കുറെ കിട്ടാനുണ്ട്. മൂസ നബി അനുഭവിച്ചതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന അള്ളാഹു ഖുർആനിൽ നബിയോട് പറഞ്ഞിട്ടുണ്ട്, വലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ. മൂസ നബിയെ നിങ്ങൾ കാണുമെന്നതിൽ സംശയിക്കണ്ട. ഇതിന്റെ അർത്ഥം എന്താ? മിറാജിന്റെ 6-ാം ആകാശത്ത് വെച്ച് കാണുന്നാണോ? അങ്ങനെ തഫ്സീർ പറഞ്ഞവരുണ്ട്. ആ തഫ്സീർ തെറ്റുമല്ല. കാരണം അത് തെറ്റാകണമെങ്കിൽ മിറാജിന്റെ 6-ാം ആകാശത്ത് വെച്ച് മൂസ നബിയെ കാണാതിരിക്കണം, അപ്പോഴേ തഫ്സീർ തെറ്റാവുള്ളൂ. കണ്ടതുകൊണ്ട് തഫ്സീർ തെറ്റല്ല. പക്ഷെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിലേറെ വലിയൊരു അർത്ഥം അതിനുണ്ട്. അതിപ്പോ 6-ാം ആകാശത്ത് മൂസ നബിനെ കണ്ടെങ്കിൽ മറ്റുള്ള 6 ആകാശങ്ങളിൽ വേറെ 6 ആളെയും കണ്ടിട്ട് 7 ആളെയും കണ്ടിട്ടുണ്ടല്ലോ, അവരെയൊക്കെ പരാമർശിക്കണ്ടേ? അപ്പൊ മൂസ നബി അലൈഹിസ്സലാം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ അതാന്ന് പറയാൻ കാരണം, ഒരിക്കല് നബിതങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു മുശ്രിക്കുകൾ. നബിതങ്ങൾ ഒപ്പമുള്ളവര് അങ്ങനെ ഉപദ്രവിച്ച് ശല്യം ചെയ്തപ്പോ ഒരിക്കലും സ്വഹാബത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാ നബിതങ്ങൾ ഇരിക്കുന്നത് അറിയോ? ഈ കഅബയുടെ അടുത്ത. അപ്പൊ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഈ കഅബയുടെ റബ്ബിനോട് തങ്ങളൊന്ന് കൈ ഉയർത്തി ചോദിച്ചാൽ ഇവരെയൊക്കെ അല്ലാഹ് അങ്ങ് നശിപ്പിച്ച് കളയൂല, തങ്ങളെ ഒന്ന് ദ്വാരുന്നൂടേന്ന് ചോദിച്ചു നബിനോട്. അപ്പൊ സ്വഹാബത്തിനോട് നബി പറഞ്ഞ മറുപടി എന്താ അറിയാം?
വല്ലാഹി ലഖദ് ഊദിയ അഖീ മൂസാ അക്തറ മിൻ ഹാദാ ഫസബർ. എന്റെ ഇക്കാക്ക മൂസ അലൈഹിസ്സലാമിനെ ഇതിലേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാരെ. ഫസബർ, ആ സമയത്ത് എന്റെ ഇക്കാക്ക മൂസ അലൈഹിസ്സലാം ആൺകുട്ടിയെ പോലെ ആ പീഡന പർവ്വങ്ങളെ സഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാനും സഹിക്കാനും ക്ഷമിക്കാനും ബാധ്യസ്ഥനല്ലേ? എവിടെന്ന് കിട്ടി മുത്തുനബിക്ക് ക്ഷമിക്കാനുള്ള ഈ മൈലേജ്? ആകാശത്ത് വെച്ച് കലീമുല്ലാഹി മൂസ നബിയെ കണ്ടപ്പോ അവിടുന്ന് കിട്ടിയ ഒരു പ്രത്യേക കരുത്താണത്. ഇതൊരു ചെറിയ സംഭവമാണോ സഹോദരങ്ങളെ? അപ്പൊ ആറിൽ മൂസ നബിയെ കണ്ടു. എന്നിട്ട് ആ മൂസ നബി തിരിച്ചു വരുമ്പം വീണ്ടും അള്ളാഹുവിലേക്ക് അയച്ചു. 9 തവണ അയച്ചു. 50 വഖത്തുള്ള നിസ്കാരം ചുരുക്കി 5 വഖത്താക്കിച്ചു. നമുക്കറിയാം അതെന്തിനെ? മൂസ നബിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അള്ളാനെ ഒന്ന് കാണണമെന്ന പൂതി. റബ്ബി അരിനീ അൻദുർ ഇലൈക്, റബ്ബേ നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുവോ? ഒന്നിനുമല്ല, അൻദുർ ഇലൈക്, ഞാനൊന്ന് എൻജോയ് ചെയ്തോട്ടെ, നിന്നെ കണ്ടൊന്ന് ആസ്വദിച്ചോട്ടെ, നിന്നെ ഒന്ന് കാണിച്ചു തരുവോ എന്ന് ചോദിച്ചപ്പം അള്ളാഹു മൂസ നബിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, മൂസ നബിയോട് അല്ലാഹു പറഞ്ഞത് എന്നെ കാണാൻ പറ്റൂല എന്നല്ല. ലോകത്തൊരാൾക്ക് എന്നെ കാണാൻ പറ്റൂല എന്നാണെങ്കിൽ പറയേണ്ടത് ഇന്നീ ലൻ ഉറാന, എന്നെ കാണാൻ പറ്റൂല. അങ്ങനെയല്ല പറഞ്ഞത്, ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. ബഹുമാനപ്പെട്ട റാസി ഇമാം പറയാണ്, അങ്ങനെ അള്ളാഹു മൂസ നബിയോട് പറയാൻ കാരണം ലോകത്തൊരാളും കണ്ടിട്ടില്ലല്ലോ അള്ളാനെ. അപ്പോ പിന്നെ എന്നെ കാണാൻ പറ്റൂല എന്നാണ് പറഞ്ഞാൽ മതിയല്ലോ. എന്നെ അങ്ങനെ ദുന്യാവിന് കാണാൻ പറ്റൂല, ആഖിറത്തേയും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞില്ല. ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞത് റാസി ഇമാം പറയാണ്, നിങ്ങൾക്ക് പറ്റൂല, കാണാൻ പറ്റുന്ന ഒരു പേരക്കുട്ടി നിങ്ങളിൽ വരാൻ പോകുന്നുണ്ട്. അതാണ് മുഹമ്മദുൽ മുസ്തഫ. കെൽപ്പുള്ളയാള് വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. അതാണ് ദുന്യാവിൽ നിന്ന് തന്നെ മുത്തുനബി അള്ളാനെ കണ്ടു എന്ന് പറഞ്ഞത്. അത് നടക്കാൻ പോവാണ്. 7ാം ആകാശവും കഴിഞ്ഞാൽ പിന്നെ അള്ളാനെ കാണാൻ പോവാണ്. 7ാം ആകാശത്ത് കണ്ടത് നേരത്തെ നാം പറഞ്ഞ നബിയുമായുള്ള അഭേദ്യമായ ബന്ധമുള്ള നബിതങ്ങളുടെ വല്ലിപ്പ, നബിതങ്ങളുടെ ഉപ്പയും ഉപ്പാപ്പയുമായ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. 1ാം ആകാശത്ത് വല്ലിപ്പ, 7ാം ആകാശത്ത് മറ്റൊരു വല്ലിപ്പ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം അരുളി. 1ാം ആകാശത്തും 7ാം ആകാശത്തും നബിതങ്ങൾക്ക് നൽകിയ സ്വാഗതം മർഹബം ബിൽ ഇബ്നി സാലിഹ് എന്നാണ്. ബാക്കിയുള്ള എല്ലാ ആകാശത്തും മറ്റു നബിമാർ കൊടുത്ത സ്വാഗതം മർഹബം ബിൽ അഖി സാലിഹ് എന്നാണ്. കൊച്ചനുജ സ്വാഗതം സ്നേഹത്തോടെ കുഞ്ഞനുജ സ്വാഗതം എന്ന് പറയുന്ന വാക്കാണ് അവരൊക്കെ പറഞ്ഞത്. പക്ഷെ ഇബ്രാഹിം നബിയും ആദം നബിയും മോനെ സ്വാഗതം എന്നാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. കാരണം അവര് വാപ്പയുടെ സ്ഥാനത്താവുള്ളത്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതും കഴിഞ്ഞ് പിന്നെ സിദ്റത്തുൽ മുൻതഹ, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു, അള്ളാഹുവിനെ കാണുന്നു. വല്ലാത്ത സംഭവമാണ്. മിഅ്റാജ് യാത്രയിലെ ഏറ്റവും പുതുമയുള്ള വിവരം പടച്ചോനെ മുത്തുനബി അന്ന് കണ്ടു എന്നുള്ളതാണ്. വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും മുത്തുനബി തീർച്ചയായിട്ടും അന്ന് കണ്ടിരിക്കുന്നു. അൽ കുബ്റ, ഏറ്റവും വലിയ ദൃഷ്ടാന്തം കണ്ടിരിക്കുന്നു. വലിയ ദൃഷ്ടാന്തങ്ങളിൽ പലതും കണ്ടു എന്ന് ഇതിനർത്ഥം പറഞ്ഞവരുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുത്തുനബി കണ്ടു. അൽ കുബ്റ, വലിയ ദൃഷ്ടാന്തം കണ്ടു. ആ വലിയ ദൃഷ്ടാന്തം ലിഖാഉല്ലാഹിയാണ്, അള്ളാഹുവിനെ കാണലാണ്. അങ്ങനെ അർത്ഥം പറഞ്ഞവരാണ് ഇമാം ബൈളാവി തങ്ങളും ഇമാം ഖുശൈരി തങ്ങളും ഒക്കെ. അപ്പൊ പടച്ചോനെ നബിതങ്ങള് മിഅ്റാജിന്റെ അന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കേവലം ഒരു കേട്ടുകേൾവിയല്ല. ഈ തഫ്സീർ പറഞ്ഞ ഖുർആന്റെ നസ്സാണ്. വലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്റ, അൽ ആയത്തുൽ കുബ്റ. അതേതാണ്? ലിഖാഉല്ലാഹ്, പടച്ചോനെ കാണല. കണ്ടു, ആസ്വദിച്ചു. തിരിച്ചു പോരുമ്പോ മൂസ നബി അലൈഹി സ്വലാം തടഞ്ഞു. വീണ്ടും പറഞ്ഞയച്ചു. മൂസ നബിക്ക് അറിയാം താങ്ങാവുന്നത് 5 വഖത്താണ്. പിന്നെന്തിനാണ് ഈ 50 ചുരുക്കിച്ച്
9 വട്ടം നടത്തിക്കേണ്ട കാര്യം ഒറ്റയടിക്ക് 45 അങ്ങ് ചുരുക്കിച്ചൂടായിരുന്നോ? ഒറ്റയടിക്ക് 45 ചുരുക്കണം എന്ന് പറഞ്ഞാൽ ചുരുക്കി കിട്ടൂല. അപ്പൊ ചുരുക്കി കിട്ടാൻ നല്ലത് കുറേശ്ശെ ചോദിക്കലാണ് ഒന്ന്. പക്ഷെ അതിലേറെ അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്, അതിന് ഹിക്മത്ത് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിലേറെ എനിക്ക് തോന്നിയത് ഇമാം സ്വാവി റളിയല്ലാഹു അൻഹു അവിടെ ഒരു ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ? മൂസാ നബി ഇങ്ങനെ നടത്തിക്കാൻ കാരണം മൂസ നബിന്റെ ഒരു തീരാത്ത ആഗ്രഹമായിരുന്നു അള്ളാനെ ഒന്ന് കാണണം. നടന്നിട്ടില്ല, നടക്കൂല എന്ന് മൂസ നബിക്ക് പറഞ്ഞു കൊടുത്തു അല്ലാഹു തആല. അനുഭവത്തിലൂടെ തെളിയിച്ചു കൊടുത്തു. മൂസ നബി ബോധം കെട്ട് വീണു. അങ്ങനെ കൊണ്ട് അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇത് നടക്കൂല എന്ന് ബോധ്യപ്പെട്ടു. അള്ളാനെ കാണുക എന്നുള്ള പൂതി മലയോളം മനസ്സിലുണ്ടായിരുന്നു. അപ്പോ ഏതായാലും കാണാൻ നമുക്ക് യോഗമില്ലെങ്കിൽ കണ്ടോലെ കണ്ടെങ്കിലും പൂതി തീരുക എന്ന് കരുതിയിട്ട് അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ പടച്ചോന്റെ അടുത്തിട്ട് ഇങ്ങനെ വിടും. വരുമ്പോ അള്ളാനെ കണ്ടുവരികയാണല്ലോ എന്നുള്ള നിലക്ക് ആ പൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാനെ കണ്ട നബി, അർശങ്കൽ ചെന്ന നബി എന്നൊക്കെ പഴയ വല്യമ്മമാര് പാടിയിരുന്നത്. വല്ലാത്തൊരു സംഭവമാണ് സുഹൃത്തെ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ഇസ്രാഉം മിഅ്റാജും ഈ മഹാസംഭവം അങ്ങ് നടന്നു. അന്ന് കിട്ടിയ സമ്മാനപ്പൊതിയാണ് നിസ്കാരം. ഈ നിസ്കാരാണ് മോമിനീങ്ങളെ ഇന്ന് നമ്മൾ പന്താടുന്നത്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയണമെന്ന് കരുതി. നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഇനിയും എല്ലാ തവണയും വരുമല്ലോ. അടുത്ത തവണ ഞാൻ നിസ്കാരത്തെ കുറിച്ച് തന്നെ പറയാം. നിസ്കാരത്തിന്റെ കാര്യഗൗരവം ഒന്ന് ഉണർത്തണമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ഇസ്രാഉം മിഅ്റാജും പറയാൻ ഒരു കുരുത്തക്കേടാവില്ലേ എന്ന് കരുതിയിട്ടാണ് അത് ചെറിയ രൂപത്തിലൊന്ന് സംസാരിച്ചത്. അതൊരു അദബുകേടാവുമെന്ന് കരുതി. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവും. ഇനി പറയുന്നു, ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത് എന്തിനായിരുന്നു ഇസ്രായേലിൽ? അല്ലദീ ബാറക്നാ ഹൗലഹു, കാരണം അതിന്റെ ചുറ്റും നാം ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു. എന്താണ് ആ ബറക്കത്ത്? മഹാന്മാരുടെ മക്ബറകളാണ്. ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റും മഹാന്മാരുടെ മക്ബറ ഉണ്ടോ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുദ്സ് യാത്ര നടത്തുമ്പോൾ നമുക്ക് ശരിക്കും തിരിയും എന്താ ഈ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കപ്പോ എന്റെ നാട്ടിൽ മുണ്ടമ്പറ പള്ളിക്കാട്ടിന്റെ ചുറ്റും പള്ളിക്കാടുണ്ട്, മക്ബറ ഉണ്ട്. അതുപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും ഇങ്ങനെ കിടക്കുക എന്ന് വിശ്വസിച്ചാൽ കുടുങ്ങും. അതല്ല ഈ പറഞ്ഞത്. ഹൗലഹു എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ ചുറ്റളവിലാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റളവിലാണ് നബിമാരൊക്കെ കിടക്കുന്നത്. ഷുഐബ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, സാറാ ബീവി റളിയല്ലാഹു അൻഹ, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര മൂസാ നബി അലൈഹിസ്സലാം ഇവരൊക്കെ കിടക്കുന്നത് ഈ 20 കിലോമീറ്റർ ചുറ്റളവിലാണ്. അതിന്റെ ഉള്ളിൽ എല്ലാവരും. അതാണ് ഹൗലഹു എന്ന് പറഞ്ഞിട്ട് അർത്ഥം. അല്ല നേരെ പള്ളിക്കാട്ടിൽ ഒന്നൊന്നുമല്ല. അല്ലദീ ബാറക്നാ ഹൗല. അപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മഖറുൽ അംബിയാ വസ്സാലിഹീൻ, മഹാന്മാരുടെ താവളമാണ്, അവരുടെ മക്ബറകളാണ് അവിടെ ഉള്ളത്. അതാണ് അതിന്റെ ബറക്കത്ത്. എന്നാൽ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ തലതിരിഞ്ഞ കൗമ് ഇതിനെയും നിഷേധിക്കും. അവര് പറയും അത് പ്രകൃതി സൗന്ദര്യം കാണിക്കാനാ കൊണ്ടുപോയത്. പണ്ട് മദീനയിൽ വെച്ച്, പണ്ട് അബുദാബിയിൽ വെച്ച് ഒരിക്കലും ഒരു വഹാബി മൗലവി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ബിദഈ ചിന്താഗതിക്കാരൻ. ഇസ്രാഉം മിഅ്റാജും എന്ന തലക്കെട്ടിൽ ക്ലാസ് എടുത്തപ്പോൾ ആ ക്ലാസ് കേൾക്കാൻ പോയി നമ്മുടെ ഇന്ന് നോളജ് സിറ്റിയിലൊക്കെ ഉള്ള അബ്ദുസലാം സാർ. അദ്ദേഹം ആ ക്ലാസ് കേൾക്കാൻ ചെന്നപ്പോ എന്താ അവര് പറയുന്നു നോക്കാൻ പോയതാ. അപ്പൊ അവര് പറഞ്ഞു, ഇസ്രാഉം മിഅ്റാജും അത് ഇസ്രാവ് വേണമെങ്കിൽ ഇന്ന് ശാരീരികം സമ്മതിക്കാം, മിഅ്റാജ് എന്തായാലും ശാരീരികമല്ല, അത് സ്വപ്നം തന്നെയാണ്. കാരണം അതിൽ പ്രശ്നം മറ്റതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഓക്സിജൻ കിട്ടില്ല. ഇസ്രായേൽ എന്താ പ്രശ്നം? ഒരു 1.5 മാസക്കാല യാത്ര ചെയ്യേണ്ടിടത്തേക്ക് 2-3 മണിക്കൂർ കൊണ്ട് പോയി എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഫ്ലൈറ്റ് ഒക്കെ വന്നപ്പോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവര് യുക്തിവാദികളാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റിയപ്പോ പറഞ്ഞു ഇസ്രായേലിന് വേണമെങ്കിൽ ഏതായിക്കോട്ടെ, ശാരീരിക ആയിക്കോട്ടെ, മിഅ്റാജ് എന്തായാലും ശാരീരികമല്ല, അത് സ്വപ്നം തന്നെയാണ്. ഏതാവട്ടെ, അതിനൊക്കെ മറുപടി ഞാൻ ആദ്യം പറഞ്ഞു പോയി. എന്റെ വിഷയം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഇസ്രാവും മിഅ്റാജിനെയും ഇവര് ചെറുതാക്കി ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, പിന്നെ അല്ലദീ ബാറക്നാ ഹൗലഹു എന്നുള്ളതിന് അർത്ഥം വെച്ചപ്പോ ഇയാൾ പറഞ്ഞു, ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും മഹാന്മാരുടെ മക്ബറകളുണ്ട്, അതാണ് അതിന്റെ പുണ്യമെന്ന് സുന്നി മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്. അത് ശരിയല്ല. അവിടെ പ്രകൃതി സൗന്ദര്യം ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുക്കാനാണ് മുത്തുനബിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. സുബ്ഹാന മൻ ജല്ല ജലാലു. നെല്ലിക്കുത്ത് ഉസ്താദിനെ ഓർത്തു പോവുകയാണ്. ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് മർക്കസിൽ നിന്ന്
തിർമുദി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഉസ്താദ് ഈ ചർച്ച വന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, പ്രകൃതി സൗന്ദര്യം കാണിച്ചു കൊടുക്കാനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയതെങ്കിൽ എന്താ ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും ഇത്ര വലിയ പ്രകൃതി സൗന്ദര്യം ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ അതിലേറെ എത്ര മട്ടുള്ള പ്രകൃതി സൗന്ദര്യം നമ്മളെ വയനാട്ട് ചുരത്തിലുള്ളത് ചോദിച്ചു ഉസ്താദ്. തമാശയായിട്ട് പറഞ്ഞതാണ്. വയനാട്ട് ചുരത്തിലേക്ക് ആക്കിക്കൂടായിരുന്നു ആ ടൂർ, തമാശയായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാളിത് പറഞ്ഞപ്പോ സലാം സാർ എഴുന്നേറ്റിട്ട് ചോദിച്ചു, പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ തന്നെയാണോ മൗലവി അല്ലാഹു തആല മുത്തുനബിനെ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയത്? ഓ അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു. അത് ശരിയല്ല, അല്ല അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാറ് തിരിച്ചു ചോദിച്ചു, അബ്ദുസലാം സാർ തിരിച്ചു ചോദിച്ചു, പ്രകൃതി സൗന്ദര്യം കാണിച്ചു കൊടുക്കാനാ കൊണ്ടുപോയതെങ്കിൽ നട്ടപ്പാതിരാക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നോ? ഒരു കണ്ണ് കാണുന്ന സമയത്ത് കൊണ്ടുപോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു. ഇത് രാത്രിയാണോ യാത്ര? ഇയാള് കുടുങ്ങിപ്പോയി. ഇതിന് ഒരു ന്യായവും പറയാനില്ലല്ലോ. ഖുർആനും കണ്ട് ഓതിയ സുബ്ഹാനല്ലദീ അസ്റാ, രാത്രി കൊണ്ടുപോയി. കുറച്ചും കൂടിയാണ് മുന്നോട്ട് വന്ന ബിഅബ്ദിഹി ലൈലൻ, ഇത് പകലാന്ന് പറയാൻ ഒരു നിർവാഹമില്ല. കുടുങ്ങിപ്പോയി. കുറച്ചേരം ഇങ്ങനെ മിണ്ടാതെ സ്തംഭിച്ചു നിന്നു. പിന്നെ ഇയാൾ ചോദിച്ചു, അതൊരു നിലാവുള്ള രാവും ആയിക്കൂടെ? നിലാവുള്ള രാവ് ആയിക്കൂടെ? അപ്പൊ സാറ് വീണ്ടും തിരിച്ചു ചോദിച്ചു, റജബ് 27 നിലാവോ മൗലവീന്ന്? അപ്പൊ വീണ്ടും കുടുങ്ങി. റജബ് 27 നിലാവുണ്ടാവും? എന്തിനാണ് ഇമാമിയങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പറയുന്നത്? എന്തിനാണ് അതിനെ നിഷേധിക്കുന്നത്? അതുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ പിണയുന്നത്. അല്ലദീ ബാറക്നാ ഹൗലഹു, ഇനി അല്ലാഹ് പറഞ്ഞു ലിനുരിയഹു മിൻ ആയാതിനാ, എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത്? നമ്മുടെ മഹാത്ഭുതങ്ങൾ പലതും കാണിക്കാനാണ്. ഇസ്രാ യാത്രയിൽ ഒരുപാട് കാണിച്ചു, കുറെ കേട്ടല്ലോ. ഇപ്പം ഒരുപാട് അത്ഭുതങ്ങൾ. സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, സ്വർഗത്തിലെ സുഖങ്ങൾ കണ്ടിട്ടുണ്ട്, നരകത്തിലെ ശിക്ഷകൾ കണ്ടിട്ടുണ്ട്, എന്തെല്ലാം 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 മുത്തുനബി അന്ന് കണ്ടിട്ടുണ്ട്. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലിനുരിയഹു മിൻ ആയാതിനാ, അല്ലാഹനെ അടക്കം കണ്ടു. നമ്മുടെ മഹാത്ഭുതങ്ങൾ പലതും മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഇത് പറയുമ്പം വീണ്ടും ഒരു ചോദ്യം ശ്രോതാവിൽ നിന്ന് വരും, അതെന്തേ ഈ മുഹമ്മദ് നബിനെ മാത്രം വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു? ഈ നബിയല്ലാത്ത മൂസാ നബി നിന്നോട് കരഞ്ഞ് പാല് ചോദിച്ചില്ലേ? ഇബ്രാഹിം നബി നിന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചില്ലേ? ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പടച്ചോനെ കാണാൻ. അപ്പോ ഇബ്രാഹിം നബി ചോദിച്ചില്ലേ? മൂസാ നബി ചോദിച്ചില്ലേ? കരഞ്ഞ കുട്ടിക്ക് പാല് കൊടുക്കാതെ ഒന്നും ചോദിക്കാത്ത മുഹമ്മദ് നബിക്ക് വിളിച്ചു കൂട്ടി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതെന്തേ? നിന്റെ വജ്ഹ് കാണിച്ചു, നിന്റെ ആ തിരുദർശനം അനുവദിച്ചതെന്തേ? മറുപടി പറയുന്നു അല്ലാഹ്. അതിന്റെ മറുപടിയാണ് ആയത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക്, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ മഹാത്ഭുതങ്ങളൊക്കെ ഈ അബ്ദിന് മാത്രം കാണിച്ചു കൊടുത്തെന്തേ? എന്തേ മൂസ നബിക്ക് കാണിക്കാതിരുന്നത്? എന്തേ ഇബ്രാഹിം നബിക്ക് കാണിക്കാതിരുന്നത്? ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. കാരണം എന്റെ ഈ അടിമ, ഇന്നഹു എന്ന ആ സർവനാമം, ആ ദമീർ അള്ളയാണോ നബിയാണോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം സാവി തങ്ങളൊക്കെ പറഞ്ഞു, ആ ദമീർ അള്ളാഹുവിന്റെ റസൂലിലേക്കായാൽ ഒന്നും കൂടെ ധമ്മായി സംഭവം. എന്തിനാണ് കാണിച്ചു കൊടുത്തത്? എല്ലാ രംഗവും എല്ലാവർക്കും കാണിക്കാൻ പറ്റൂല. മൂസ നബിയിലൂടെ അല്ലാഹ് തെളിയിച്ചില്ലേ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. പിന്നെയും വാശി പിടിച്ചപ്പോ തൂരിസീനയിലേക്ക് നിൽക്കാൻ പറഞ്ഞു. നൂറു തജല്ലി കണ്ടില്ല. കാണാൻ ഒരുങ്ങുമ്പോഴേക്ക് മൂസ നബി ബോധരഹിതനായി വീണു. കാണാൻ പറ്റൂല എന്ന് മൂസ നബിക്ക് തെളിയിച്ചു കൊടുത്തു. അപ്പൊ ചില രംഗം കണ്ടാൽ ചിലർ ബോധം കെട്ട് വീഴും, ചില വാർത്ത കേട്ടാൽ ചിലർ അറ്റാക്കായി മരിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാം കേൾപ്പിക്കാൻ പറ്റൂല, എല്ലാവർക്കും എല്ലാം കാണിക്കാൻ പറ്റൂല. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്റെ ഈ അടിമ അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞ ഈ അടിമയുണ്ടല്ലോ, ഈ അടിമ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, എന്തും കേൾക്കാനും കാണാനും കരുത്തുള്ളയാളാണ്, കേൾപ്പുള്ളയാളാണ്. കാണാൻ പറ്റുന്നവർക്കല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, കേൾക്കാൻ പറ്റുന്നവരല്ലേ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. ഇതെന്തും താങ്ങാൻ പറ്റിയ ആളാണ്. എന്തെല്ലാം. ഇനി സൂറത്ത് നജ്മിലേക്ക് ഞാൻ കേറിയിട്ടില്ല, ഒരുപാടുണ്ട് സൂറത്ത് നജ്മിൽ ഈ വിഷയമായിട്ട് ബന്ധം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, 5 ദിവസം ഞാൻ നടത്തിയിട്ടുണ്ട് 10 മണിക്കൂർ ഇസ്രാ മിറാജും പ്രഭാഷണം.
അത് വേണമെങ്കിൽ തെരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് കേൾക്കാം. ഇത് വിശദമായിട്ടൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാം ആകാശത്തെ ചിത്രങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ അതിന് പിന്നെ കണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. ഈ സ്വർഗവും നരകവും ഒക്കെ കണ്ട ചിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നാം ആകാശത്ത് വെച്ചാണ് അതൊക്കെ കാണിച്ചു കൊടുത്തത്. ആ ചിത്രങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അത് നിങ്ങൾ വാച്ച് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.